ഓം ഗും ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യം അമീം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദിബാല നിത്യകല്യാണശീല. ഓം നമഃ ശിവായ. ശിവായൈ നമഃ. ഓം ഭൂർഭുവസ്വ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം നമഃ ശിവായ. ശിവായൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഭാഗവതം പ്രഥമസ്കന്ധത്തിലൂടെ ഭാഗവതത്തിന്റെ അധികാരി ആര് എന്ന് വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തന്നു. തുടർന്ന് ദ്വിതീയ സ്കന്ധത്തിൽ വിഷയമാണ്, ഭാഗവതം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് പ്രസക്തമായിട്ടുള്ള പ്രാധാന്യമർഹിക്കുന്ന വസ്തുത. എന്താണ് വിഷയം ഭാഗവതത്തിൻ്റേത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ബ്രഹ്മദേവൻ സാക്ഷാൽ നാരായണനിൽ നിന്ന് ഏതൊരു ചതുശ്ലോകിയാണോ വാങ്ങിയെടുത്തത്, ആ ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതത്തിന്റെ മൂലസ്വരൂപത്തിന്റെ അവതാരമാണ് ഭാഗവതത്തിന്റെ വിഷയം. അവിടെ എല്ലായ്പ്പോഴും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതും അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാക്കി തന്നുകൊണ്ട് സാക്ഷാത്കാരത്തിന്റെ അനുഭൂതി ഉണ്ടാക്കിത്തരുന്നതും ഈ ചതുശ്ലോകിയിലൂടെയുള്ള പ്രയാണം കൊണ്ട് മാത്രമാണ്. ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ടും അന്വേഷിച്ചറിഞ്ഞാൽ, എന്റെ സ്വധാമം എവിടെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ നമ്മുടെ ലക്ഷ്യബോധം വളരെ വ്യക്തമായിട്ടും ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഭാഗവതത്തിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ അഹം ബ്രഹ്മപരംധാമ, ബ്രഹ്മാഹം പരമം പദം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും സാധിക്കും. വാക്കുകളുടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഭാഗവതം എന്ന് പറയുന്ന ഭഗവാന്റെ സ്വരൂപം, വാങ്മയീ മൂർത്തി, അവിടെയും പരാഭാവത്തിൽ നിന്ന് വൈഖരീഭാവത്തിലേക്ക് വന്ന ശബ്ദത്തിന്റെ ഒരു പ്രപഞ്ചം. വൈഖരി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രത്യേകത, അക്ഷരങ്ങൾക്കും അത്രമാത്രം തടിച്ചു കൊഴുത്ത അഭാവം. അതിൽ നിന്ന് വിട്ട് നമ്മൾ പരാ എന്ന് പറയുന്ന സൂക്ഷ്മതലത്തിലേക്ക് എത്തുമ്പോൾ മോക്ഷവുമായി. ധർമ്മം എന്ന് പറയുന്ന സംഗതി, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിലൂടെ അർത്ഥകാമങ്ങൾ കൂടി നേടിയിട്ട് ഒടുവിൽ മോക്ഷം എന്ന് പറയുന്ന പദവി അലങ്കരിക്കുമ്പോൾ വീണ്ടും നമ്മൾ പരാഭാവത്തിലേക്ക് എത്തുകയാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന അക്ഷരങ്ങളുടെ ആ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതും അഹം ബ്രഹ്മപരംധാമ, ബ്രഹ്മാഹം പരമം പദം എന്ന അനുഭൂതി. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതത്തിന്റെ ലക്ഷ്യം അത് വളരെയേറെ ബോധവൽക്കരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള നൈമിഷികാരണ്യത്തിലെ അനവധി വർഷങ്ങളായിട്ടുള്ള ഈ യജ്ഞത്തിന്റെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുദിനം ഓരോ വർഷവും നമ്മൾ അനുഭവിച്ചു പോരുന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഫലം നാം പരിശോധിച്ചാൽ ഇതല്ലാതെ മറ്റ് യാതൊരു ഫലവും ഇല്ല. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കാൻ.
അധികാരി ആരാണെന്ന് പറയുമ്പോൾ പരീക്ഷിത്ത് ഉത്തമ അധികാരിയാണെന്നും അതുപോലെ ശുഖബ്രഹ്മമാണ് പറയാൻ യോഗ്യതയുള്ള ആളെന്നും നാം പഠിക്കുന്ന പോലെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഭാഗവതത്തിന്റെ മൂലം എന്ന് പറയുന്ന ചതുശ്ലോകി അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ആ സത്ത, അത് പറഞ്ഞുകൊടുത്ത ഭഗവാന്റേതായിട്ടുള്ള ഭാവവും അത് കേട്ട സൃഷ്ടികർത്താവെന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ഭാവവും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷയവും ഉറച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള 2 സ്കന്ധങ്ങൾ കഴിഞ്ഞ് തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് ദ്വിതീയ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ, ദ്വിതീയ സ്കന്ധം ഒടുവിലത്തെ അധ്യായം 10ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ സർഗാദി ലീലകളെ പറ്റി പ്രതിപാദിച്ചുകൊണ്ടാണ്. പ്രഥമസ്കന്ധം 11 അധ്യായങ്ങളും ദ്വിതീയ സ്കന്ധം 10 അധ്യായങ്ങളും ഉള്ളതിൽ 10ാമത്തെ അധ്യായം തുടങ്ങുന്നത് വളരെ രസകരമായിട്ട് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരീശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 കൂട്ടം ലക്ഷണങ്ങൾ അഥവാ ഭഗവൻ ലീലകൾ ഇനി പാടി അവതരിപ്പിക്കാൻ പോകുന്നതേയുള്ളൂ തൃതീയ സ്കന്ധം മുതൽക്ക്. സർഗം എന്ന് പറയുന്ന ലീല, ഭഗവാന്റേതായിട്ടുള്ള ആ ലീല എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ നിർവചനം ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത. അപ്പൊ ഈ സർഗം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി, പഞ്ചമാത്രകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ച ശബ്ദസ്പർശരൂപ രസഗന്ധാദികളാകുന്ന ആ മാത്രകൾ, അതിന്റെ സൃഷ്ടി, പിന്നെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്ന 2 സെറ്റായിട്ടുള്ള അവയുടെ സൃഷ്ടി, ഇതെല്ലാം തന്നെ സർഗം എന്ന് പറഞ്ഞു. തൃതീയ സ്കന്ധത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഭഗവാന്റെ സർഗലീലകളാണ്, ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ വിസർഗലീലകളാണ് എന്നിങ്ങനെ സാമാന്യം ആയിട്ടുള്ള ഭാഷയിൽ നാം പറയാറുണ്ട്. പക്ഷേ തൃതീയ സ്കന്ധത്തിൽ നാം സർഗമെന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ സൃഷ്ടി വരേക്കുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും പിന്നാലെയുള്ള ആ സൃഷ്ടിക്രമമെല്ലാം തന്നെ കാണുന്നത് കൊണ്ട് അവിടെ സർഗവും വിസർഗവുമെല്ലാം തന്നെ സങ്കലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവയെല്ലാം തന്നെ കൂടി കലർന്നിട്ടുള്ളൊരവസ്ഥ ഈ തൃതീയ സ്കന്ധത്തിനും കാണാം. അതായത് ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥ ഈ സ്കന്ധങ്ങൾക്ക് കൊടുത്തിട്ടില്ല. എല്ലായിടത്തും നാം എല്ലാം കാണാവുന്ന രീതിയിലേക്ക് ഓരോരോ സ്കന്ധത്തെയും നമുക്ക് പഠിക്കാൻ കഴിയും. സർഗാദി ലീലകൾ 10 സ്കന്ധങ്ങളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു സ്കന്ധത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല എന്നുള്ള ആ സംഗതി കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കാം. വളരെ വ്യക്തമായിട്ടും ഭാഗവത കഥകൾ ആസ്വദിക്കുന്ന നമുക്ക് ഭാഗവത കഥകളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന വക്താവിനെ സംബന്ധിച്ചും ശ്രോതാവിനെ സംബന്ധിച്ചും നല്ല ഒരു ബോധ്യം വരണം. സൂതൻ എന്ന് പറയുന്ന വക്താവ് ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ അല്ലെങ്കിൽ ഈ ഭാഗവത കഥ, അവിടെയും അവരുടേതായിട്ടുള്ള കഴിവുകേടുകളും നമ്മൾ കാണുന്നുണ്ട്. പ്രാപഞ്ചികത്വം വിട്ടുപോകാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ദീർഘമായിട്ടുള്ള സത്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശൗനകാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പരിധിവരെ കർമ്മഠന്മാരാണ്. പക്ഷെ അത് വിട്ടുകഴിഞ്ഞാൽ ജ്ഞാനദാഹികളുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും അറിവ് വേണം, പ്രജ്ഞാനമെന്ന് പറയുന്ന ബ്രഹ്മഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവരിൽ കാണാം. പക്ഷേ സാമാന്യേന അപ്പോൾ വാസ്തവത്തിൽ നമ്മളെപ്പോലെ തന്നെ പ്രാപഞ്ചികത്വം അല്പാൽപ്പം അവരിലുണ്ട് താനും. ഇതെല്ലാം തന്നെ വിട്ടിട്ടാണ് ഇതിനെ ത്യജിച്ച പരീക്ഷിത്തിന്റെ കഥയിലേക്ക് കടക്കുമ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തു എന്നും അനശനം ദീക്ഷിച്ചു എന്നും ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഉറങ്ങാതെയും ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇതിന്റെ ഗൗരവം കൂടുതലായിട്ട് നാം മനസ്സിലാക്കുന്നത്. എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ ആ ഈശ്വരനെ മാത്രം സ്മരിച്ച് എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നിലേക്ക് അമരുന്ന ആ ഭാവത്തിലേക്ക് നാം എത്തുമ്പോഴേ ഉള്ളൂ ഭാഗവതത്തിന്റെ ആസ്വാദനം, അനുഭൂതികളെല്ലാം തന്നെ അവിടെയാണ് ഉടലെടുക്കുന്നത് എന്ന്. ദ്വിതീയ സ്കന്ധത്തിൽ നാം കാണുന്നതും അത്തരത്തിലുള്ളതാണ്. തന്നെ അന്വേഷിച്ചുകൊണ്ട്, തന്റെ മൂലമന്വേഷിച്ചുകൊണ്ട്, തന്റെ ആ ഉറവിടം അന്വേഷിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് താഴത്തേക്ക് ഇറങ്ങിയ ബ്രഹ്മദേവന് തിരിച്ചു പോരേണ്ടി വന്നു. താൻ ഇരുന്നിരുന്ന അതേ പത്മത്തിൽ തന്നെ വന്നിരുന്നതിന് ശേഷം തപസ് അനുഷ്ഠിച്ചതിന് ശേഷമാണ് അനുഭൂതികൾ കിട്ടുക. ഏതായാലും ഈ പറയുന്ന 9ാമത്തെ അധ്യായത്തിലെ നാം കാണുന്ന ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതം കിട്ടുന്നതും അപ്പോഴാണ്. അപ്പോൾ എല്ലാ തരത്തിലും തന്നിലേക്ക് അമർന്ന ഒരു ഭാവം ഉണ്ടെങ്കിലേ ഭാഗവതത്തെ രസിക്കാൻ പറ്റൂ. തൃതീയ സ്കന്ധത്തിന്റെ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നാം ആ തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. തൃതീയ സ്കന്ധത്തിൽ പ്രധാനപ്പെട്ട 2 അവതാരങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ആമുഖമായിട്ടാണ് ഒരു 3 അധ്യായങ്ങളെ ചൊല്ലിയുള്ള ഈ പ്രഭാഷണം നടക്കുന്നത്. തൃതീയ സ്കന്ധത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു അവതാരം വരാഹാവതാരമാണ്. പിന്നാലെ മറ്റൊരവതാരം നമ്മൾ കാണുന്നത് കപിലാവതാരവുമാണ്. കപിലൻ എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ മൂർത്തിമൽഭാവം അഥവാ വാസുദേവ സ്വരൂപം അദ്ദേഹം അവതരിച്ചത് തന്നെ
ദേവഹൂതി എന്ന് പറയുന്ന മുമുക്ഷുവിന് അല്ലെങ്കിൽ മോക്ഷദാഹിക്ക് മോക്ഷം പ്രദാനം ചെയ്യാൻ, ജ്ഞാനത്തിലൂടെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. 9 പെൺകുട്ടികൾക്ക് ശേഷം 10ാമതൊരു ആൺകുട്ടിയായിട്ട് ജനിക്കുന്ന ഈ കപിലവാസുദേവൻ നവതാ ഭക്തിമാർഗത്തിലൂടെ, ഈ പറയുന്ന ആത്മസമർപ്പണത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടി അല്ലെങ്കിൽ നേടണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന അവതാരവുമാണ്. ഇനി വരാഹാവതാരത്തിന് മുൻപുള്ള ഈ 3 അധ്യായങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വരാഹാവതാരത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സംഗതി നാം മനസ്സിലാക്കാനുള്ളത്, ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വരാഹാവതാരം നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്താനുള്ള കഥയാണെന്ന് കൂടി സ്മരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. അവതാരങ്ങളെ വളരെ ലഘുവായിട്ട് കാണരുത്, വളരെ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ കാണണം. അത് നരസിംഹാവതാരമായാലും പടം വരച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നൊരു സമ്പ്രദായമല്ല നമുക്ക് ആവശ്യം. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വളരെ സുന്ദരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ അനവധിയുണ്ട്. ഓടക്കുഴി ഊതിക്കൊണ്ട്, തൃക്കാൽ രണ്ടും പിണച്ചും, ആ തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചുവച്ചും, എല്ലാവരെയും ഹഠാത് ആകർഷിച്ചും, അങ്ങനെ കോമളമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപം ചിത്രീകരിച്ചുകൊണ്ട് ആ പടവും പൂജാമുറിയിൽ വെച്ചുകൊണ്ട് അനവരതം ഇങ്ങനെ പൂജിച്ചുകൊണ്ട് അർച്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് ആവശ്യം. എന്തെന്നില്ലാത്തൊരു അവബോധമുണ്ടാക്കിയെടുക്കലാണ് ആവശ്യം. അതാണ് നമ്മുടെ സ്വാമികളുടെയും പൂജനീയ സ്വാമികളുടെയും ലക്ഷ്യം. അപ്പോൾ എല്ലാ തരത്തിലും ഇത് ആമുഖമായിട്ട് പറയാൻ കാരണം, ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക മൈൻഡ്, എന്തെന്നില്ലാത്ത ശക്തമായിട്ടുള്ളൊരു മനസ്സാവശ്യമാണ്. കാരണം തൃതീയ സ്കന്ധത്തിൽ ഇതാ വരികയാണ് വിതുരർ എന്ന് പറയുന്നൊരു കഥാപാത്രം. ഈ വിതുരർ എന്ന് പറയുന്ന കഥാപാത്രത്തെ മാണ്ഡവ്യൻ എന്ന് പറയുന്നൊരു മഹർഷി, നമ്മൾ ചിന്തിക്കേണ്ട കഥാഗോളം, മാണ്ഡവ്യൻ എന്ന് പറയുന്ന മഹർഷി ചെറുപ്പകാലത്ത് ഈർക്കിലിയില് ഈച്ചകളെ കോർത്തിരുന്നു. അത് ഒരു തമാശ എന്നോണം, കുട്ടികൾക്ക് അതിന്റെ ഗൗരവം അറിയില്ല. അത്തരത്തിൽ ചെയ്തിരുന്നൊരു പ്രവൃത്തി കുറ്റമായിട്ടെടുത്ത് ധർമ്മദേവൻ കൽപ്പിച്ചതാണ് ഇയാൾക്കും കിട്ടട്ടെ ശൂലത്തിൽ കിടക്കാനുള്ളൊരവസരം. ശിക്ഷ കൊടുക്കുന്നു. കള്ളന്മാർ അകത്ത് കയറിയത് ഈ പറയുന്ന തപസ്വി കണ്ടില്ല, മാണ്ഡവ്യൻ എന്ന് പറയുന്ന മഹർഷി കണ്ടില്ല. അവിടെ ഈ കളവ് മുതലെല്ലാം തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കാരണം അതൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ല. തികച്ചും ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥയിൽ തപസ്വാധ്യായ നിരതനായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കള്ളന്മാരെ പിടിച്ച കൂട്ടത്തിൽ, കളവ് മുതൽ പിടിച്ച കൂട്ടത്തിൽ അവിടെ ഈ പറയുന്ന മാണ്ഡവ്യൻ എന്ന് പറയുന്ന മഹർഷിയെയും പിടിച്ച് രാജാവ് ശിക്ഷിച്ച കൂട്ടത്തിൽ തൃശൂലത്തിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നു. ഈ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല പോലെ വരണം. മാണ്ഡവ്യൻ എന്ന് പറയുന്ന മഹർഷി ഈ തൃശൂലത്തിൽ കിടന്നുകൊണ്ട് മരിക്കാതെ കിടക്കുന്നൊരവസ്ഥയിൽ ശൂലം മുറിച്ച് അദ്ദേഹത്തെ താഴത്തേക്ക് ഇറക്കേണ്ടി വന്നു എന്നാണ് കഥ. അവിടെയും ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നപ്പോൾ യമധർമ്മനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സന്യാസി വര്യൻ ഋഷിശ്രേഷ്ഠൻ, എനിക്ക് എന്തേ ഇത്തരത്തിലൊരു ശിക്ഷ വരാൻ കാരണം? അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈർക്കിലിയെടുത്ത് ഈച്ചകളെ കോർത്തിരുന്നു, അതിന്റെ ഫലമായിട്ട് നീ അനുഭവിക്കേണ്ടി വന്നു എന്ന് ഉടനെ ശപിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട് ഡോളി ഇൻ കപ്പാസ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ചെറിയ കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റങ്ങളല്ല എന്ന അത്തരത്തിലുള്ളൊരു നിഗമനം അത് വാസ്തവത്തിൽ പണ്ടേ ഉള്ളതാണ്. ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, 12 വയസ്സ് വരെ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്താൽ ഒരു കുറ്റകരമാണെന്ന് പറയാൻ എന്താണ് അവകാശം? അതുകൊണ്ട് ശിക്ഷാർഹനല്ലാത്ത എന്നെ ശിക്ഷിച്ചു പോയതിലുള്ള കുറ്റം അത് ആരോപിച്ചുകൊണ്ട് നീ ജനിക്കട്ടെ, ശൂദ്രസ്ത്രീയിൽ സന്തതിയായിട്ട്, ശൂദ്രസ്ത്രീയുടെ കുട്ടിയായിട്ട് ജനിക്കട്ടെ എന്ന്. ഇവിടെ തൃതീയ സ്കന്ധത്തിന്റെ മഹത്വം തുടങ്ങുകയാണ്. തൃതീയ സ്കന്ധത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധമായിട്ട് പ്രഥമസ്കന്ധത്തിൽ മറ്റൊരു ശൂദ്ര സ്ത്രീയിൽ ജാതനായ നാരദനെ മറക്കാതിരിക്കുക. എല്ലാ കഥാപാത്രങ്ങളെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തെ പഠിച്ചാൽ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരും. നമ്മളിൽ മാറ്റം വരാതെ ഭാഗവതത്തിലൂടെ നമുക്ക് രക്ഷയും കിട്ടുകയില്ല. അപ്പോൾ എല്ലാ തരത്തിലും നിസ്വാർത്ഥത, നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന നിഷ്കാമകർമ്മയോഗം ഇതെല്ലാം തന്നെ വരണമെങ്കിൽ കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കി ഓരോരോ കഥാപാത്രങ്ങളിലെയും അതിലൂടെ ഗ്രഹിക്കേണ്ട സംഗതികൾ ഉറപ്പിച്ചു കൊണ്ടുപോകുക. നാരദനും ശൂദ്രസ്ത്രീയിൽ ജനിച്ചു, ഉപബർഹണൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു എന്നും അയാൾ വാസ്തവത്തിൽ ഇത്തരത്തിൽ ശാപഗ്രസ്തനായിട്ട് ശൂദ്രസ്ത്രീയിൽ ജനിച്ചു എന്നും ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാരെ പരിചരിക്കുന്ന അമ്മയോടൊപ്പം കൂട്ടുനിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രദീക്ഷ കിട്ടിയെന്നും ആദ്യത്തെ ജന്മത്തിൽ പ്രകാശം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ദേവർഷിയായി എന്നും മറ്റുമുള്ള കഥ അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വിതുരരെ ഒന്ന് പരിശോധിക്കാം. യമധർമ്മൻ എന്ന് പറയുമ്പോൾ സംയമനിയുടെ അധിപതിയാണ്. സംയമനി എന്ന് പറയുന്ന തെക്കിന്റെ ആ പ്രദേശത്തിന്റെ അധിപതിയാണ്. അപ്പോൾ യമൻ എന്ന് പറയുമ്പോൾ സംയമനി എന്ന് പറയുന്ന പ്രദേശവും കൂടി ചിന്തിക്കുമ്പോൾ എല്ലാ തരത്തിലും യോഗ്യതയുള്ള കുറ്റങ്ങൾ നിർണയിച്ചുകൊണ്ട് ശിക്ഷ നിർദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിൽ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് വീണ്ടും രക്ഷിക്കാൻ, ജീവനെ മുക്തനാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഈശ്വരഭാവം തന്നെയാണ്, ദേവഭാവം തന്നെയാണ് യമനും. യമം എന്ന് പറയുന്നതും നിയമം എന്ന് പറയുന്നതും ആദ്യത്തെ പടികളാണ്. നാം കുറ്റമറ്റ
വിമുക്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആദ്യം അനുസരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ യമനിയമങ്ങളെ പോലെ തന്നെ യമനിയമങ്ങൾ കൊണ്ട് ധന്യമായിട്ടുള്ളൊരു ജീവിതത്തെ വാർത്തെടുക്കുന്ന പോലെ അവിടെ ഉരുളിയിലോ വാർപ്പിലോ എണ്ണയോ മറ്റോ തിളപ്പിച്ചിട്ട് ഈ ജീവനെ ഇങ്ങനെ ചുട്ടുപൊള്ളിക്കുന്ന രീതികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന യമധർമ്മനും അവിടെ വാസ്തവത്തിൽ യമ നിയമങ്ങളാണ് പാലിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ആഹാരാദി കാര്യങ്ങൾ നിയന്ത്രിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ തപിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കാണുന്നതും ഈ യമധർമ്മന്റെ ജോലി തന്നെ. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത്തരത്തിൽ ഈ യമധർമ്മൻ വാസ്തവത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവന് ഈ കുറ്റം വാസ്തവത്തിൽ ആരോപിച്ച് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാണ്ഡവ്യൻ ശപിച്ചപ്പോൾ ഒരു ശൂദ്രസ്ത്രീയിൽ ജനിക്കേണ്ടി വന്നു. ആ കഥയിലേക്ക് ഒന്നുകൂടെ കടന്നു നോക്കൂ. അംബിക എന്ന് പറയുന്നതും അംബാലിക എന്ന് പറയുന്ന 3 കാശിരാജാവിന്റെ പുത്രിമാരെ ഭീഷ്മരെ ചെന്ന് പിടിച്ചുകൊണ്ടുപോന്ന് തന്റെ സഹോദരന് ഭാര്യമാരാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ചിത്രാംഗതനും വിചിത്രവീരനെന്നും പറയുന്ന ഈ ശന്തനുവിന്റെ സന്തതികള് അവർ രണ്ടുപേരില് ഈ ചിത്രാംഗതനാണെങ്കിൽ നേരത്തെ തന്നെ ഗന്ധർവന്മാരുമായിട്ട് ഏറ്റുമുട്ടി മരിക്കുന്നു. വിചിത്രവീരനാണെങ്കിൽ രാജേഷ്മാവ് വന്ന് മരിക്കുന്നു. ഏതായാലും പരമ്പര ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭീഷ്മ പിതാമഹൻ ഈ അംബാലികമാരെ കൊണ്ടുവന്ന് ഭാര്യാപദം അലങ്കരിപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ കുട്ടികളില്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും അവർ അധപ്പതിക്കുകയാണ്. അംബ ഒഴികെ അംബികയും അംബാലികയും. അംബയാണെങ്കിൽ ശിഖണ്ഡിയായും മറ്റും പോകുന്ന ഭാരതകഥ നമുക്കറിയാം. ഈ അംബിക അംബാലിക എന്ന് പറയുന്ന 2 പേർക്കും കുട്ടികളുണ്ടാകാതെ വന്നപ്പോൾ സത്യവതി എന്ന് പറയുന്ന കാളി, സാക്ഷാൽ വേദവ്യാസന്റെ അമ്മ ശന്തനുവിന്റെ ഭാര്യ, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേദവ്യാസനെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് അവരിലൂടെ കുട്ടികളെ സമ്പാദിക്കാൻ നോക്കുമ്പോഴാണ് അംബികയായാലും അംബാലികയായാലും വളരെയേറെ വിഷണ്ണരായി വികൃതമായിട്ടുള്ള മനോഭാവം വച്ചു പുലർത്തിക്കൊണ്ട് താടിയും തലമുടിയും നീട്ടി വളർത്തിയ ഒരു പ്രാകൃതനായിട്ടുള്ള സന്യാസിയെ സ്വീകരിക്കാൻ മടി കാണിച്ചുകൊണ്ട് ആ സമീപനം മോശമായതുകൊണ്ട് അന്ധനുണ്ടാകുന്നു, പാണ്ഡുവുണ്ടാകുന്നു. അക്കൂട്ടത്തിലാണ് ദാസിയെ പറഞ്ഞു വിടുകയാണിവര്. ഏതായാലും ഒരു ദാസിയെ പറഞ്ഞു വിട്ടപ്പോൾ ദാസിയിൽ ജനിക്കുന്ന സുന്ദരനായ എന്ന് പറയാം, കാരണം എന്തുകൊണ്ടും ആത്മീയ സൗന്ദര്യം മുറ്റുനിൽക്കുന്ന ആ കഥാപാത്രത്തെ വാർത്തെടുക്കുന്ന വേദവ്യാസൻ വാസ്തവത്തിൽ ഈ പറയുന്ന പാണ്ഡവന്മാരുടെ ഇടയില് കൗരവന്മാരുടെയും ഇടയില് ഇത്രമാത്രം ധന്യനായിട്ടുള്ള ഒരു സന്തതിയെ വേദവ്യാസൻ വാർത്തെടുത്തിട്ടില്ല. വേദവ്യാസന്റെ സന്തതികളല്ലാതെ ഈ കഥാഗോളങ്ങളിൽ എങ്ങും ആരെയും കാണാനില്ല. ശുഖബ്രഹ്മമായാലും വേദവ്യാസന്റെ സന്തതി, വിതരായാലും ഇത്തരത്തിൽ വേദവ്യാസന്റെ ദാസീപുത്രൻ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ആ പൊട്ടക്കണ്ണൻ അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രയായാലും അതുപോലെ പാണ്ഡുവായാലും അവർ രണ്ടുപേരും ഈ പറയുന്ന വേദവ്യാസ സന്തതികൾ. ഇത്തരത്തിലുള്ള കഥാഭാഗത്തിൽ ഈ വിതുരർ എന്ന് പറയുന്ന ദാസീപുത്രൻ ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ യമധർമ്മൻ ആയിരുന്നു പൂർവജന്മത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പുനർജന്മമാണിതെന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആ വിതുരരാണ് തൃതീയ സ്കന്ധത്തിൽ നാം ആദ്യം കാണുന്ന പ്രധാന കഥാപാത്രം. അപ്പോൾ എല്ലാ തരത്തിലും വിതുരരിലേക്ക് പ്രവേശിക്കുമ്പോൾ വിതുരരുടെ മഹത്വം നാം മനസ്സിലാക്കണം. ഈശ്വര അന്വേഷിയാണ്, ധർമ്മനിരതനാണ്, ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിതത്തിന്റെ ഉടമയാണ്. ഇവിടെയും ധർമ്മക്ഷേത്രം എന്നെല്ലാം വിവക്ഷിക്കുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധം നടക്കാതിരിക്കാൻ കൊതിച്ചവനാണ്. അവിടെ ഈ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ച ആളാണ്. ഏത് രീതിയിലാണോ ഭഗവാനെ തന്റെ വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ആചരിച്ചത് ശ്രീകൃഷ്ണ പരമാത്മാവിന് സദാസമയവും ധ്യാനിച്ചു കഴിയുന്ന ധർമ്മമൂർത്തിയായിരിക്കുന്ന ഈ വിതുരരെ വാസ്തവത്തിൽ പലപ്പോഴും താക്കീത് കൊടുത്തു. തന്റെ സഹോദരനായിരിക്കുന്ന ഈ പൊട്ടക്കണ്ണന് അരുതേ അരുതേ എന്ന് പലപ്പോഴും പറഞ്ഞു. അരക്കില്ലത്തെ സ്മരിക്കുന്നു, അതുപോലെ തന്നെ ചൂതുകളിയെ സ്മരിക്കുന്നു. ആ സ്ത്രീരത്നമായിരിക്കുന്ന പാഞ്ചാലിയെ അപഹസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ക്രുദ്ധമായിട്ട് അവരോട് പെരുമാറുന്ന രംഗം ഇതെല്ലാം തന്നെ സ്മരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ആ രംഗം ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. യഥാ ദുരാജ സ്വസുതാന സാധൂൻ പുഷ്ണന്ന ധർമ്മേണ വിനഷ്ടദൃഷ്ടി ഭ്രാതൃയവിഷ്ടസ്യ സുതാൻ വിബന്ധൂൻ പ്രവേശലാക്ഷാഭവനേ ദദാഹ. അരക്കില്ലത്തിന്റെ കാര്യം ഓർക്കുക. അരക്കില്ലമെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പാണ്ഡവന്മാരെ നിശേഷം നശിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്തു. ആ സമയത്തും വിതുരരുടെ റോൾ, ഈ പറയുന്ന വിതുരരെ അവിടെ പ്രവർത്തിച്ച രംഗം നിസ്സാരമല്ല. പാണ്ഡവന്മാരുടെ രക്ഷ അത് ഏകേണ്ടതിന്റെ കർത്തവ്യമാണെന്ന് കണ്ടിട്ട് അവിടെ തുരങ്കമുണ്ടാക്കുക. ഖനകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഖനകൻ, ഈ പദങ്ങളെല്ലാം തന്നെ ഭാഗവതത്തിന്റെ പദങ്ങളെല്ലാം തന്നെ ആ വാക്കുകൾ അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അർത്ഥം ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖനകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഖനനം ചെയ്യുന്ന, തുളയ്ക്കുന്ന, ദ്വാരമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുഴിക്കുന്ന
അതേ രീതിയിലുള്ളൊരു വ്യക്തി ആ ഖനകനെയെല്ലാം തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെല്ലാം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വിതുരരാണ്. അപ്പോൾ വിതുരർക്ക് എന്തെന്നില്ലാത്ത ഈ പാണ്ഡവന്മാരോട് ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തി. കാരണം അവർ ധർമ്മത്തിലാണ്, അവരുടെ ഭാഗമാണ് ശരി, അവർക്ക് വാസ്തവത്തിൽ താമസിക്കാനുള്ള ഇടം കിട്ടണം. അവരോട് ഈ ദുര്യോധനൻ ചെയ്യുന്നത് യാതൊന്നും ശരിയല്ല. ദുര്യോധനൻ എന്ന് പറയുന്ന സുയോധനൻ, അയാൾ വാസ്തവത്തിൽ ദുഷ്ടനാണെന്ന് പോലും അച്ഛനോട് പറഞ്ഞിട്ട് ഏതൊരു വ്യക്തിയെ വിട്ടിട്ടാണോ തന്റെ രാജ്യത്തിന്റെ രക്ഷ നേടാൻ കഴിയുക, അത്തരത്തിൽ ഉപേക്ഷിച്ചാലും വിരോധമില്ല, മകനെ തന്നെ ഉപേക്ഷിക്കണമെന്ന് പോലും തന്റെ അടുത്തോടുകൂടി പറയുന്ന അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലേക്ക് നാം കടക്കുന്നു. യഥാ സഭായാം ഗുരുദേവദേവ്യ കേശാഭിമർശം സ്വതകർമ്മഗർഹ്യം നവാരയാമാസ നൃപസ്നുഷായ സ്വസേർഹരന്ത്യാകുജകുങ്കുമാനി. സാധ്യരത്നമായിരിക്കുന്ന പാഞ്ചാലിയെ ചൂതുകളി രംഗത്ത് എപ്രകാരമാണോ അപഹസിക്കത്തക്ക രീതിയിൽ രജസ്വലയായിട്ടും മറ്റും ഇരിക്കുമ്പോഴാണ് ആ വസ്ത്രാഭരണം നടത്താനായിട്ട് ദുശാസനും ദുര്യോധനമെല്ലാം തന്നെ തുരിഞ്ഞ് അവിടെ വളരെ ശ്രേഷ്ഠപതികളായിട്ടുള്ള പലരും ഇരിക്കുമ്പോൾ അവർ പോലും താക്കീത് കൊടുത്തില്ല, തടഞ്ഞില്ല. അത്തരത്തിലുള്ള കാര്യം ഓർത്തു. ദ്യുതേ ത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബസ്യ വനാഗതസ്യ നയാജതോ തത്സമയേന ദായം തമോജുഷാണോ യതജാതശത്രോ. ഭഗവാനെ പറഞ്ഞു വിട്ട് ഏതായാലും ദൂതെല്ലാം തന്നെ ഇങ്ങനെ നടത്തിയിട്ട് അടുത്ത ശ്ലോകത്തില് യഥാജ പാർത്ഥ പ്രഹിത സഭായാം ജഗദ്ഗുരുയാനി ജഗത കൃഷ്ണ നതാനി പുംസാം അമൃതായനാനി രജോ രാജോരുമേനി ക്ഷത പുണ്യലേശ. കുടുംബമില്ലാത്ത, വീടില്ലാത്ത, നാടില്ലാത്ത, അത്തരത്തിൽ ഇങ്ങനെ എല്ലാ തരത്തിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളി ഇട്ടിരിക്കുന്ന ഈ പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാകണമെന്ന് കാക്ഷിച്ചതും ഇതേ വിതുരര്. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പുഷ്ട കില പൂർവജേന അദാഹതൻ മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈതുരികം വദന്തി അജാതശത്രോ പ്രതിയച്ഛതായം തിരീക്ഷതോ ദുർവിഷഹം ദവാഗ സഹാനുജോ യത്ര മൃഗോദരാഹി ശ്വസൻരുഷായ ത്വമലം വിഭേഷി. പാർത്ഥാം സ്തുദേവോ ഭഗവൻ മുകുന്ദോ ഗൃഹീതവൻ സക്ഷിതി ദേവദേവ ആസ്തേ സ്വപര്യാം യതു ദേവദേവോ വിനിർജിതാശേഷ നൃദേവദേവ സയേഷ ദോഷ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമത്യാവുഷ്ണാസി കൃഷ്ണാദ് വിമുഖോ ഗതശ്രീ ത്യജാശു ശൈവം കുലകൗശലായ. ഇത്യൂജിവംസ്തത്ര സുയോധനേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ അസത്കൃതസൽ സ്പൃഹണീയശീല ക്ഷത്താസകർണാനുജസൗബലേന. ദുര്യോധനാദികള് ക്രുദ്ധരാകത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണവും സമീപനവും ഈ വിതുരര് കാഴ്ചവെച്ചു. നിങ്ങളുടെ മകൻ, അല്ലയോ ധൃതരാഷ്ട്രരെ, അന്ധനായിരിക്കുന്ന അങ്ങയുടെ മകൻ കുലത്തിന് ദേഷിയാണ്, ഈ കുലം നശിപ്പിക്കുന്നവനാണ്. അയാളുടെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം ഉണ്ടായി. ദൂത് നടത്തിപ്പോന്ന കൃഷ്ണനെ പിടിച്ച് കെട്ടാനും മറ്റും തുനിഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ട സംഗതി കൊടുക്കാതിരിക്കാൻ മെനക്കെട്ടു. എല്ലാ തരത്തിലും ആ മകൻ പറയുന്നത് തന്നെ ശിരസ വഹിച്ചുകൊണ്ട് അങ്ങും പ്രവർത്തിക്കുന്നു. അങ്ങനെ ദുഷ്ടനായിരിക്കുന്ന ഒരു മകനെ വാസ്തവത്തിൽ അങ്ങ് ഇത്ര മാത്രം താലോലിച്ചാൽ എന്തായിരിക്കും ഫലം? പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് തന്നോട് ദാതനത്രാണനം ചെയ്യാനുള്ള പുത്രൻ എന്നുള്ള ഭാവം അയാൾക്കില്ലാതെ വന്നിട്ട് നമ്മളെ നരകത്തിലേക്കാക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മകനെ വിട്ടിട്ട് അയാളെ ഉപേക്ഷിച്ചിട്ട് രാജ്യം രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോഴാണ് ക്രുദ്ധന്മാരായിട്ട് ഈ സുയോധനാദികൾ വാസ്തവത്തിൽ പറയുന്നത് കയേന മാത്രോപജുഹാവജിഗ്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ട തസ്തിൻ പ്രദീപ പരകൃത്യാസ്തേ നിർവാസ്യതാമാശുപുരശ്വസാന. ദാസീപുത്രൻ ഇതുവരേക്ക് വളരെയേറെ ഇളയച്ചനായിട്ടോ അല്ലെങ്കിൽ അത്ര ശ്രേഷ്ഠനായിട്ടോ വിതുരർ എന്ന് പറയുന്ന മഹാനുഭാവനെ എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ ദാസീപുത്രൻ എന്നിങ്ങനെ സംബോധന ചെയ്യുക വളരെ കഷ്ടതരമായിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ അല്പനേരം നിന്നിട്ട് ഈ വിതുരരെ പറ്റി കുറച്ചുകൂടി നാം ചിന്തിക്കണം. വിതുരർ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ഇനി അടുത്ത 2 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്വേഷണം നടത്തുകയാണ്. അതിന്റെ ആദ്യത്തെ ഫലമായിട്ട്, ആദ്യത്തെ പടിയായിട്ട് സയുദ്ധമത്യുൽബണകർണബാണയർ, കർണകഠോരമായിട്ടുള്ള ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് പ്രാതുപുരോ മർമസുതാടിതോപി സ്വയം ധനർദ്വാരി നിധായമായാം ഗതവ്യതോ യാതൊരു മാനയാന. അപ്പൊ വാസ്തവത്തിൽ അമ്പും വില്ലും എല്ലാം തന്നെ യുദ്ധത്തിൽ വാസ്തവത്തിൽ പ്രവീണനാണ്.
ഈ പറയുന്ന വിതരും ഒട്ടും തന്നെ മോശമല്ല. ധനുർബാണാദികളെല്ലാം തന്നെ ധനുർയാഗം അല്ലെങ്കിൽ ഈ ധനുർവിദ്യ അതെല്ലാം തന്നെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള ഇദ്ദേഹം വാസ്തവത്തിൽ അതിനേക്കാൾ ധർമ്മവിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലും ഈ അമ്പും വില്ലുമെല്ലാം തന്നെ വാതുക്കൾ വെച്ചുകൊണ്ട് തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയെന്ന് ഇവിടെ നാം ചിന്തിക്കാനുള്ളത് വിതുരര് എന്ന് പറയുന്ന കഥാപാത്രം ദാസീപുത്രൻ ആണെങ്കിലും ദാസീപുത്രനായിട്ട് അധപ്പതിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ ഒരു മഹർഷിയുടെ ശാപമാണ്. പണ്ട് ഉപവർഹണൻ എന്ന് പറയുന്ന നാരദൻ ഈ പറഞ്ഞ രീതിയിൽ താഴത്തേക്ക് പോകുന്ന പോലെ താഴത്തേക്ക് പോന്നാലും സംസ്കാരം ഉള്ളിൽ ഇങ്ങനെ ഉറഞ്ഞ് കിടക്കുന്നത്, ആ സംസ്കാരത്തിന് യാതൊരു മാറ്റവും വരില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇദ്ദേഹം വിതുരർ എന്ന് പറയുന്ന പദത്തിന് നാമധേയത്തിന് അർഹനായതുകൊണ്ട് വിദ്ദെന്ന് പറയുന്ന ധാതുവിൽ നിന്ന് സൃഷ്ടമായിരിക്കുന്ന വേദത്തിന്റെ അറിവിന്റെ ഉടമയാണ്. അപ്പോൾ എന്തു പറഞ്ഞാലും ഇദ്ദേഹം യമധർമ്മൻ തന്നെയാണ്. തൽക്കാലം ശാപത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ ജനിച്ചു എന്ന് മാത്രം. ശൂദ്രസ്ത്രീയിൽ ജനിച്ചതുകൊണ്ട് ജ്ഞാനമില്ലാത്ത ഒരു ഭാവം എന്ന് പറയാം. അജ്ഞാനിയാണ് ശൂദ്രൻ. അപ്പൊ ഈ അജ്ഞാനി എന്ന് പറയുന്ന ശൂദ്രഭാവത്തിലേക്ക് ജനിച്ചെങ്കിലും അയാൾ വിജ്ഞാനദാഹിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് അറിവ് മാത്രമാണ്. അതാണ് വിതുരർ എന്ന് പേര് വരാൻ കാരണം. വേദവ്യാസന്റെ സന്തതികളില് വിതുരർ എന്ന് പറയുന്ന ധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ് നാം കാണുക. ധർമ്മം എന്ന് പറയുന്നത് ജീവിതായോധനത്തിൽ ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും വേദോക്തമായിരിക്കുന്ന കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് പുത്രന്മാർ അന്ധനായിട്ടുള്ള ആ ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന അർത്ഥത്തിന്റെ, അതുപോലെ പാണ്ഡു രോഗം ബാധിച്ചിട്ടുള്ള കാമത്തിന്റെ ഈ രണ്ട് സന്തതികൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അവനവൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെല്ലാം തന്നെ യഥാവിധി അനുഷ്ഠിച്ചാൽ, പ്രത്യേകിച്ചും ഗീത ഉപദേശിക്കുന്നത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ, ധർമ്മത്തിന് ആക്കം കൊടുക്കുക, തൂക്കം കൊടുക്കുക, അത് വേണ്ട രീതിയിൽ ആദരിക്കുക, ആചരിക്കുക. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം തന്നെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ, നോ കോംപ്രമൈസ് അറ്റ് ഓൾ എന്നുള്ള മട്ടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ചെയ്തു തീർത്താൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് അർത്ഥകാമങ്ങൾ കിട്ടും. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അതല്ല. പണ്ടും സംഭവിച്ചിട്ടുള്ള ഈ കഥാഗോളത്തിലും അതല്ല. അർത്ഥകാമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാമത്തിന്റെ ആസക്തി മൂത്തിട്ട് പാണ്ഡു സ്വയം മരിച്ചു. അർത്ഥത്തിന്റെ പിന്നാലെ ഒരു പിശാചിന്റെ കൂട്ടുപോയിട്ട് മക്കൾ പറയുന്ന പ്രവൃത്തികളെല്ലാം അധർമ്മം ആയിട്ട് പോലും അവയെ അനുസരിച്ചിട്ട് ആ കൗരവകുലം അപ്പാടെ നശിച്ചു. അപ്പോൾ അർത്ഥകാമങ്ങളുടെ പിന്നാലെ പോകും. അതും വേദവ്യാസന്റെ സന്തതികൾ തന്നെ. എങ്കിലും ആ സന്തതികളുടെ പ്രത്യേകത അർത്ഥകാമങ്ങളായതുകൊണ്ട്, ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള അർത്ഥകാമങ്ങളല്ലാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ എന്തു ചെയ്യുമ്പോഴും ആ അർത്ഥകാമങ്ങളായാലും എന്തായാലും അതിനടിസ്ഥാനം ബേസ് ധർമ്മമായിരിക്കണം. ഇന്നിപ്പോ കേരളക്കരയിൽ എന്നല്ല ഇന്ത്യയിലൊട്ടാകെ ആധ്യാത്മികത വളരുകയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ നിവൃത്തിയില്ല, തളരുകയാണ്. എന്തുകൊണ്ടാണ് ഈ ആധ്യാത്മികത തളരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പണം മുഴുവൻ വൃത്തികെട്ടതാണ്. അബ്കാരികളുടെ അനധികൃതമായിട്ടുണ്ടായ പണം ഉപയോഗിച്ച് ശബരിമല അതെല്ലാം തന്നെ സ്വർണം പൂശിയതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അത് ചെയ്ത വ്യക്തിക്കായാലും തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇനി നമുക്കോ ഈ ശബരിമലയിൽ അതിനുശേഷം വന്നിട്ടുള്ളതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും, കഴിയുമെങ്കിൽ ഈ പറയുന്ന പൊന്നമ്പലമേടെന്ന് പറയുന്ന സംഗതി ഇല്ലാതെയാക്കിയാൽ അത്രയും നല്ലത് എന്നാണ് മറ്റുള്ള മതസ്ഥരുടെ ചിന്ത. എങ്ങനെയെങ്കിലും ഹിന്ദുവിന്റെ വിശ്വാസത്തെ അവിടെ തുരങ്കം വെച്ചുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ എന്താണ് എന്നാണ് ചിന്ത. അതെല്ലാം തന്നെ വെറും കർപ്പൂരം കത്തിക്കലാണ്, കുറെ കാട്ടരയന്മാര് എന്ന് ചെയ്യുന്ന വേലയാണെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളെ എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ സുദിനത്തിന്റെ പ്രത്യേകത അത് മുഴുവൻ നശിപ്പിക്കാൻ പോലും ശ്രമിക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ അനധികൃതമായിട്ട് സമ്പാദിച്ച പണം കൊണ്ട് എന്തെല്ലാം ചെയ്താലും യാതൊരു പുണ്യവുമില്ല. രാജസൂയമാണ് ഉദാഹരണം. രാജസൂയം എന്ന് പറയുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന യജ്ഞം, അതെല്ലാം നടത്തിയിട്ടുണ്ടായതെന്താ? ചൂതുകളി ഉണ്ടായിട്ടോ ഇവരെല്ലാവരും തന്നെ രാജ്യനിഷ്കാസിതരായി കാട്ടിലകപ്പെട്ടു. വളരെ ക്രൂരമായിരിക്കുന്ന അനുഭവങ്ങളാണ്, തിക്തമായിരിക്കുന്ന അനുഭവങ്ങളാണ് ശ്രേഷ്ഠമെന്ന് പറയുന്ന ഭഗവാന്റെ കാലെല്ലാം തന്നെ കഴിയിച്ച് അത്തരത്തിൽ വളരെ ഭംഗിയായിട്ട് നടത്തിയ ഈ രാജസൂയാനന്തരം അനുഭവിച്ചത്. അവിടെയും നമ്മൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം തന്നെ നമ്മൾ തേടിക്കൊണ്ടുവന്ന ആ പൈസ, ആ പണം, അത് വളരെയേറെ ധർമ്മത്തിൽ അടിസ്ഥാനമല്ല എന്ന് നമ്മൾ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ കുറെ പണം വരും. ഞങ്ങൾ വക്കീലന്മാരാണെങ്കിൽ ഇതുപോലെ തന്നെ അനധികൃതമായിട്ട് പണം ഉണ്ടാക്കാൻ വളരെ നല്ലൊരു തൊഴിലാണ്. എന്ത് ചെയ്താലും വാസ്തവത്തിൽ കക്ഷികളെ ദ്രോഹിക്കാം. അവരാവശ്യക്കാരിങ്ങനെ വരുമ്പോൾ അവരെ പീഡിപ്പിക്കാം. അവരിൽ നിന്ന് പണം മുഴുവൻ നമുക്ക് പിടുങ്ങി എടുക്കാനും സാധിക്കും. കാരണം എന്താ? തൊഴിലിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അവിടെയെല്ലാം തന്നെ ഒരു ധർമ്മത്തിന്റെ കണിക, അല്പം ധർമ്മനിഷ്ഠമായിട്ടുള്ളൊരു ജീവിതമില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ പരമ്പര തന്നെ ഇല്ലാതെയാകും. അപ്പോൾ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ കൗരവന്മാരുടെ കഥയിലും കാണാം, ധർമ്മമില്ലാതെ പോയി വിതുരരെ മാനിക്കുന്നില്ല.
ദാസീപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആട്ടി ഓടിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജീവിതം വേണം എന്ന് ഉറപ്പിക്കുന്ന ആ രംഗത്തേക്ക് കൂടി ഈ കഥ നമ്മളെ എത്തിക്കുന്നു. ധർമ്മത്തിൽ അടിസ്ഥാനമല്ലാത്ത അർത്ഥകാമങ്ങൾ നാശത്തിന് ഹേതുവാണെന്ന് പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വിതുരര് തീർത്ഥാടനത്തിന് പോകുന്ന രംഗത്തേക്കെത്തി. ഈ വിതുര തീർത്ഥാടനത്തിന് പോകാൻ കാരണം ഈ കൗരവന്മാർ ശരിയല്ല, തന്റെ സഹോദരൻ ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന അന്ധനാണെങ്കിൽ ഒട്ടും ശരിയല്ല. അയാൾ വാസ്തവത്തിൽ മക്കളുടെ വാക്ക് കേട്ടിട്ട് ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. അയാളുടെ പ്രവൃത്തി ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് ഏതായാലും ഇവിടം വിട്ടുപോയി കളയാം. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നാട് വിട്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്തം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവത് ഗതവാൻ പ്രഭാസം താവശ്യസാസ ക്ഷിതിമേക ഏകചക്രാം ഏകാദപത്രമജിതേന പാർത്ഥ. ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ താണ്ടി ഈ പറയുന്ന പ്രഭാസ തീർത്ഥത്തിലെത്തി. തത്രാദശുശ്രാവ സുഹൃദ്വിനഷ്ടിമോ വനം യഥാ വേണുജവന്നി സംശ്രയം സംസ്പർദ്ധയാ ദഗ്ധമധാനുശോചൻ സരസ്വതിയും പ്രത്യേകയായ തൂഷ്ണിയും. കഥകളെല്ലാം തന്നെ കേട്ടു, കോലാഹലങ്ങൾ മനസ്സിലായി, കുരുക്ഷേത്ര യുദ്ധവും അതിന്റെ പരിണത ഫലങ്ങളും എല്ലാം തന്നെ മനസ്സിലായി. ഏതായാലും പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് സരസ്വതി തീർത്ഥത്തിലേക്ക് അദ്ദേഹം എത്തി. തസ്യാം ത്രിതസ്യോശനസോ മനോശ്ച പൃഥോരധാഗ്നേരതിസ അസിതസ്യ വായോ തീർത്ഥം സുദാസസ്യ കവം ഗുഹസ്യ യശ്രാദ്ധദേവസ്യ സ ആസിഷേവേ. വ്യത്യസ്തന്മാരായിട്ടുള്ള ശ്രേഷ്ഠമതികൾ. തീർത്ഥാടനത്തിന്റെ പ്രത്യേകത തന്നെ തീർത്ഥം ആടിക്കൊണ്ട് നമ്മൾ ശുദ്ധന്മാരാകുക. തീർത്ഥാടനത്തെപ്പറ്റി ഭാഗവതം പറയുന്നുണ്ട്. തീർത്ഥാടനമായാലും മൃച്ഛിലാമയങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങളായാലും അവയെല്ലാം തന്നെ കാലക്രമേണ നമ്മളെ ശുദ്ധീകരിക്കും. മൂന്നിടത്ത് അത്തരത്തിലുള്ള പ്രയോഗം ഭാഗവതത്തിൽ കാണുന്നുണ്ട്. ഏതായാലും തീർത്ഥാടനം മോശമാണെന്നല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്നത് മോശമാണെന്നല്ല, അവയിലൂടെ പതുക്കെ മാത്രമേ നമുക്ക് ഹൃദയശുദ്ധി അന്ധകരണശുദ്ധി കിട്ടുകയുള്ളൂ. പക്ഷേ സത്സംഗത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. ഇവിടെയും നമ്മൾ തൃതീയ സ്കന്ധത്തിലേക്ക് കടന്ന വിതുരര് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ തീർത്ഥാടനം നടത്തുന്നുണ്ടെങ്കിലും സത്തുക്കളുമായിട്ട് കണ്ടുപിട്ടാനുള്ള ഒരു ത്വര, അത്തരത്തിലുള്ള ടെൻഡൻസിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് സരസ്വതി തീർത്ഥത്തിലേക്ക് വരികയും അനവധി വ്യക്തികളുടെ സാന്നിധ്യം എല്ലാം തന്നെ കണ്ടുകൊണ്ട് അന്യാഹി ചേക ദ്വിജദേവദേവൈകൃതാനി നാനായതനാനി വിഷ്ണു പ്രത്യംഗമുഖ്യാം ഗീതമന്ദിരാണി യദ്ദർശനാത് കൃഷ്ണമനുസ്മരന്തി തതസ്തതിവ്രജ്യ സ്വരാഷ്ട്രമൃദ്ധമാസൗവീരവത്സ്യാൻ കുരു ജംഗലാശ്ച കാലേന ദേവദ്യമുനാം ഉപേത്യാതത്രോദ്ധവം ഭാഗവതം ദദർശ. നടന്ന് അദ്ദേഹം വാസ്തവത്തിൽ കണ്ടുമുട്ടിയത് ഉത്തമനായിട്ടുള്ള ഉദ്ധവരെയാണ്. അടുത്ത ഒരു കഥാപാത്രം നമ്മൾ ചിന്തിക്കണം. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ സിംബൽസാണ്. ഭാഗവത കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് നമ്മുടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും കൊണ്ടുവന്നിട്ട് താലോലിച്ചാൽ നമുക്ക് മാറ്റം വരും. സ്വാഭാവികമായിട്ടും ആ ട്രാൻസ്ഫോർമേഷൻ അതാണ് നമുക്ക് ആവശ്യം. ഉദ്ധവരെ പറ്റി പറയുമ്പോൾ ബുദ്ധിസത്തമൻ എന്നാണ് ഭാഗവതം പ്രഘോഷിക്കുന്നത്. ഈ ബുദ്ധിസത്തമനായിരിക്കുന്ന ഉദ്ധവരാണെങ്കിൽ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. മലയാള ഭാഷയിൽ ജീവശിഷ്യൻ എന്ന് പറയും. ജീവൻ എന്നുള്ള പര്യായ പദവും ഈ പറയുന്ന ബൃഹസ്പതി എന്ന് പറയുന്ന വ്യാഴഗുരുവിനുണ്ട്. ആ വ്യാഴഗുരുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഉദ്ധവരെ കണ്ടു. ഉദ്ധവരെ നാം കാണുന്നത് ഏകാദശ സ്കന്ധത്തിലാണ്. ഏകാദശ സ്കന്ധത്തിൽ വളരെ സ്പഷ്ടമായിട്ടും ഉദ്ധവര് ഭഗവാനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. സ്വധാമ പദപ്രാപ്തിക്ക് എന്താണ് വേണ്ടത്? സ്വധാമ പദപ്രാപ്തിക്ക് വേണ്ടിയിട്ട് തുനിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ കൂടെ സ്വധാമത്തിലേക്ക് പോകാൻ കൊതിച്ചിരിക്കുന്ന ഈ ഉദ്ധവർക്ക് സ്വധാമപദപ്രാപ്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവനവൻ തന്നെ വേണം സ്വധാമത്തിലേക്ക് പോകാൻ. തദ്ധാമപരമം മമ എന്നെല്ലാം പറയുന്ന യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലേക്ക് പോകണമെങ്കിൽ അവനവൻ തന്നെ പോകണം. ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന അന്ധവിശ്വാസജനിതമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജ്യോത്സ്യന്മാരുടെ സ്വാധീനം. ഈ ജ്യോത്സ്യന്മാരുടെ സ്വാധീനം വന്നിട്ട് മരിച്ചവരെ ചൊല്ലി പിതൃക്രിയാദികളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഒരറുതിയുമില്ല. ഭാഗവതം പഠിക്കുകയും ഭാഗവത ഭാഷ കൈകാര്യം ചെയ്യുകയും ഭാരത ധർമ്മമനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് സത്യത്തിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയുടെ ആവശ്യമില്ല. സ്വാമി വിവേകാനന്ദനെ ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഭാരത പര്യടനം നടത്തിയിട്ട് ആ പാർലമെന്ററി ലീജിയൻസ് അതിൽ പോകാനായിട്ട് കപ്പലിലേക്ക് കയറി ഇരുന്ന ഉടനെ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ചാഞ്ചല്യം. ഇത്തരത്തിൽ ചാഞ്ചല്യമാനമായിരിക്കുന്ന മനസ്സിനെ ഒന്ന് ദൃഢമാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോഴാണ് പിതൃക്കൾക്ക് തൃപ്തിയില്ലാത്തൊരവസ്ഥ, പിതൃക്കൾ ശുദ്ധരാകാത്തൊരവസ്ഥ, മരിച്ചുപോയ നമ്മുടെ പ്രഡിസിസേഴ്സ് എന്ന് പറയുന്ന അവരിലൂടെയാണല്ലോ നമ്മൾ ഈ സംസ്കാരം പടുത്തുയർത്തിയത്.
അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വസ്ഥതയില്ലാത്തതാണ് കാരണമെന്ന് കണ്ടിട്ട് ധ്യാനനിരനായിട്ട് അവിടെ വാസ്തവത്തിൽ അല്പനേരം ധ്യാനിച്ചതേയുള്ളൂ സ്വസ്ഥത കിട്ടിയെന്ന്. അവിടെ എള്ളു വേണ്ടി വന്നില്ല, പൂവ് വേണ്ടി വന്നില്ല, കറുക വേണ്ടി വന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഈ കർമ്മഠന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനതീതമായിട്ടുള്ള ശക്തമായിരിക്കുന്ന ഒരു മാനസിക ഭാവം ഉണ്ടാക്കിയെടുക്കാനും ഈ ഭാഗവതം പോലെ മറ്റൊരു പുരാണകൃതിയില്ല. ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റെല്ലാം തന്നെ വിട്ടു, പൂജാതി കാര്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ലാത്ത ഒരു ഭാഗവതം, വാസ്തവത്തിൽ അതെല്ലാം തന്നെ അംഗീകരിക്കാത്ത ഭാഗവതം. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ മനസ്സുകൊണ്ട് ദൃഢതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. വേദങ്ങൾ പഠിക്കുമ്പോഴും പുരാണകൃതികൾ പഠിക്കുമ്പോഴും വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഓത്തെന്തിനു വേണ്ടിയിട്ടാണ്, ഈ ജപധ്യാനാദികൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കർമാദികൾ എന്തിനു വേണ്ടിയിട്ടാണ്, മനസ്സ് ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. കർമ്മത്തിലൂടെ മനഃശുദ്ധിയാണ് ലക്ഷ്യം. ഇന്ന് ആർക്ക് കിട്ടുന്നുണ്ട് ഈ മനഃശുദ്ധി? ദക്ഷിണയെ ചൊല്ലി തമ്മിത്തല്ലുന്ന ആചാര്യന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ വാസ്തവത്തിൽ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഓടുമ്പോൾ വാസ്തവത്തിൽ ബാർഗെയിനിങ് ആണ്. കഴിഞ്ഞ വർഷം കിട്ടിയത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അരിക്ക് വില കൂടി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അവിടെയും വാസ്തവത്തിൽ ആന്യം കൂലി എന്നുള്ള മട്ടിലേക്ക് പോകുന്നു. അവിടെയും കർമ്മത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ കൂലിയുടെ പിന്നാലെ അവിടെയും പല പല കോലാഹലങ്ങൾ കാണാം. ഒരു സപ്താഹവേദി ഇവിടത്തെ പോലെയല്ല, തെക്കോട്ടേക്ക് എന്നാൽ ആ സപ്താഹവേദിയിൽ ദിവസവും പൂജകളാണ്. എന്തെല്ലാം പൂജകളാണ്! ഒരു കൂട്ടർ തന്നെയാണ് വാസ്തവത്തിൽ അനുഭവിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് ഓരോ ദിവസവും പൂജയിൽ പങ്കെടുക്കുന്നത്. കാശ് ചെലവാകുന്നത് അവരുടെ കയ്യിൽ നിന്നാ. അങ്ങനെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടി ഭാഗവതം എന്ന് പേരും പറഞ്ഞ് നമ്മളെ നശിപ്പിക്കുന്നതും ചില്ലറയല്ല. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഉദ്ധവരെ, പ്രബുദ്ധനായ ഉദ്ധവര് നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം. ഭാഗവതത്തിലൂടെ അല്ലെങ്കിൽ ഭഗവാനിലൂടെ ഭഗവാന്റെ ആ ലീലകൾ ആടിയും പാടിയും കണ്ടും ആസ്വദിച്ചും ഭഗവാന്റെ വേഷം തന്നെ കെട്ടി നടക്കുന്നവനാണ് ഉദ്ധവര്. ഉദ്ധവരെ പറഞ്ഞു വിടുന്നത് ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് പല ആചാര്യന്മാരും പറയും, ആ ഗോപസ്ത്രീകൾക്ക് വിദ്യ പകരാൻ വേണ്ടിയിട്ട്, ബുദ്ധി പകരാൻ വേണ്ടിയിട്ട്, ജ്ഞാനം പകരാൻ വേണ്ടിയിട്ട്, എന്തുമാകട്ടെ അവർ തമ്മിലുള്ള സമാഗമത്തിൽ ഒരു സത്സംഗം കാണാം. ഇവിടെ ഉദ്ധവരുമായിട്ട് വിതുരര് ഒരു സത്സംഗം സാധിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാ തരത്തിലും നാം ഈ കഥകളെല്ലാം തന്നെ കാണുമ്പോൾ സത്സംഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കാണാം. അത് നേരത്തെ ഞാൻ പറഞ്ഞ 3 ഭാഗങ്ങളിൽ ഭാഗവതം ഉറപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഉദ്ധവരെന്ന് പറയുന്ന വ്യക്തി ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് എന്ന് അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. തന്നേക്കാൾ ഭക്തി, തന്നേക്കാൾ ഈശ്വരനെ ചൊല്ലി കൃഷ്ണനെ ചൊല്ലി കടുത്ത ഭക്തിയുള്ള ഈ കൂട്ടരെ കണ്ടിട്ട് അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുകയാണ് അക്രൂരനെ പോലെ ഉദ്ധവരും. കാരണം ഗോപസ്ത്രീകളുടെ ഭക്തി അദമ്യമാണ്, അനന്യമാണ്. ജാരഭക്തി എന്നെല്ലാം പറഞ്ഞാലും അത് അത്തരത്തിൽ പറയുന്നത് തെറ്റാണെന്നേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അവർ എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പ്രഭാസ തീർത്ഥത്തിലും മറ്റും ഈ പറയുന്ന ഗോപസ്ത്രീകളെയും കൂടി വിളിച്ചു വരുത്തി 16,100 പരം ഭാര്യമാരോടൊപ്പം എല്ലാവരെയും കൂട്ടുനിർത്തിക്കൊണ്ട് ഗോപസ്ത്രീകളെ ഉപദേശിക്കുക. അല്ലയോ ഗോപസ്ത്രീകളെ, നമ്മൾ തമ്മിൽ ഈ പറയുന്ന വിരഹമൊന്നുമില്ല, വിയോഗമില്ല, നമ്മൾ തമ്മിൽ വേർപാടില്ല, നമ്മൾ തമ്മിൽ വേർപെടാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ അഖണ്ഡമായിരിക്കുന്ന ആത്മബോധമാണ്. ഞാൻ കൃഷ്ണൻ, നിങ്ങൾ ഗോപസ്ത്രീകൾ. പക്ഷെ അന്തർലീനമായിട്ട് കിടക്കുന്ന അഖണ്ഡമായിരിക്കുന്ന പരമാത്മബോധമാണ്. അതുകൊണ്ട് ബോധമില്ല എന്നെല്ലാം തന്നെ പറഞ്ഞു ധരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ബുദ്ധി. ആ ബുദ്ധിയുടെ വൈഭവം എല്ലാമുള്ള ഈ ഉദ്ധവരും ആദ്യേ ചെന്ന് ഈ ഗോപസ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന ഉദ്ധവര് ശ്രേഷ്ഠമതിയാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഇങ്ങനെ സ്വധാമത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ബദരികാശ്രമത്തിലേക്ക് പോകുന്ന രംഗത്താണ് ഈ പറയുന്ന വിതുരർ കണ്ടുമുട്ടുന്നത്. 2 ആ സന്ദർഭങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അല്പം ഉപദേശിക്കാൻ പോയതുകൊണ്ട് നാട് വിട്ടുപോകേണ്ട ഗതികേടിലകപ്പെട്ട ഈ പറയുന്ന വിതുരര്, ആ വിതുരരിങ്ങനെ തീർത്ഥാടനം നടത്തി പോകുമ്പോൾ ഇവിടെ കഥകളെല്ലാം തന്നെ കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കൊടുമ്പിരിക്കൊണ്ട യുദ്ധത്തിൽ അനവധി പേര് മരിച്ചു. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ സ്വധാമഗമനവും കഴിഞ്ഞു, ഉദ്ധവർക്ക് ഉപദേശവും കഴിഞ്ഞു. ഉദ്ധവരൊറ്റയ്ക്ക് ഇങ്ങനെ പോവുകയാണ് ഈ പറയുന്ന ബദരിക വനത്തിലേക്ക്, ആശ്രമത്തിലേക്ക്, തന്റെ ധാമം കണ്ടുപിടിക്കാൻ, തന്റെ വീട് കണ്ടുപിടിക്കാൻ. അവിടെയും നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ഉറപ്പിക്കണം. ഭാഗവത പ്രേമികളായിട്ടുള്ള നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ എത്തുന്ന ഞാനും തുടക്കം മുതൽ ഇവിടെ എത്താനുള്ള കാരണം സത്യത്തിൽ ഇവിടെ വന്നാൽ കിട്ടുന്നൊരു സുഹൃതം, അത്രമാത്രം ഒരു അനുഭൂതി മറ്റ് എങ്ങും ഏതൊരു സത്രമായാലും മറ്റ് സത്രങ്ങളെപ്പറ്റി കുറ്റം പറയുകയല്ല, ഇതുപോലുള്ളൊരു അന്തരീക്ഷം മറ്റെങ്ങും ലഭ്യമല്ല. എന്തൊക്കെയോ കോലാഹലങ്ങൾ, അവിടെ ഊണിന്റെ തിരക്കും അങ്ങോട്ടുള്ള നിരയും അതെല്ലാം തന്നെ കണ്ടുകൊണ്ട് മനം മനുക്കുന്ന രീതിയിലാണ് മറ്റു സത്രങ്ങളിൽ. ഇവിടെ വന്നാൽ കിട്ടുന്ന ഈ സത്രവർദ്ധന അഥവാ പുണ്യം എന്ന് പറയുന്ന സുഹൃതത്തിന്റെ വർധനവ്, ജീവന്റെ പ്രാണന്റെ ഉദ്ധരിക്കപ്പെട്ടൊരവസ്ഥ, അതെല്ലാം തന്നെ കിട്ടിയാൽ മാത്രമേ ഉദ്ധവരെ പോലെയാകൂ. അദ്ദേഹം ഭഗവാന്റെ വേഷം കെട്ടിയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം ഭഗവാൻ ഉടുത്ത തുണികൾ, അങ്ങനെ അഴിച്ചിട്ട തുണികളെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് നടക്കും. ഭഗവാന്റെ വേഷത്തിലാണ് നടക്കുക. സാരൂപ്യ മുക്തിക്ക് വേണ്ടി ഭഗവാന്റെ ഭാവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൊതിക്കുന്ന ഒരു ഭക്തനാണ്.
ഭഗവാനെ പിന്തുടർന്നുകൊണ്ട് ഭഗവത് സാമീപ്യവും അക്കൂട്ടത്തിൽ സാരൂപ്യവും സായുജ്യവും ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കണമെന്ന് ദൃഢമായിട്ടുള്ളൊരു വ്രതം അത് അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഉദ്ധവരെന്ന് കാണാം. ആ ഉദ്ധവരാണിപ്പോൾ എതിർച്ചയാ ഈ വിതരും ഉദ്ധവരും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. വഴിപോക്കന്മാര് രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇനി ഒന്നുകൂടി ചിന്തിക്കുക. വിതരർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ തീർത്ഥാടനം നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണോ വാസ്തവത്തിൽ ഈ യാത്ര തുടങ്ങിയത്? സത്സംഗത്തിന് വേണ്ടിയിട്ടാണ്. നല്ലവരുമായിട്ട് കണ്ടുമുട്ടിക്കൊണ്ട് സത്സംഗത്തെ നിസ്സംഗത്വം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്സംഗത്വേ നിർമോഹത്വം എന്ന് പറയുന്ന കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിർമോഹത്തെ നിശ്ചലതത്വം എന്ന് പറയുന്ന മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മോക്ഷമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഭാഗവതത്തിനുമില്ല. മോക്ഷത്തെ സംബന്ധിച്ച് നല്ലൊരു നിർവചനം ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവനവന്റെ നിജസ്ഥിതി നിജനില അത് തെറ്റാതെ കാത്തു സൂക്ഷിച്ച് അവിടെ നിലകൊള്ളുമ്പോൾ കിട്ടുന്നത് മോക്ഷം. നമ്മുടെ നിജം ആയിരിക്കുന്നൊരവസ്ഥ, സ്വന്തമായിരിക്കുന്നൊരവസ്ഥ, തനതായിട്ടുള്ള വ്യക്തിത്വം, തനതായിട്ടുള്ള ഭാവം ആത്മാവ് തന്നെയാണ്. ഇവിടെ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോരോ ശരീരം എടുത്തുകൊണ്ട് നാം ഇങ്ങനെ ഓടി നടക്കുമ്പോഴും ഈ ശരീരത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം അന്തർഗതമായിട്ടുള്ള ജീവന്റെ നില, പ്രാണന്റെ നില, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ നില, അങ്ങനെ ഈശ്വരന്റെ നില, ഈശ്വരൻ എന്ന് പറയുന്ന ഏറ്റവും അമൂർത്തമായിരിക്കുന്ന സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയല്ലാതെ മറ്റ് യാതൊന്നും മുക്തിയല്ല. ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ കൂടി, പാമ്പ് കടിക്കാൻ വരുമ്പോഴും എന്തുകൊണ്ട് പരീക്ഷത്തിന് വാളെടുക്കാൻ വെട്ടാം? എന്തുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ആരും ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, അവരെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ തല്ലി കൊല്ലിക്കാം, ഈ തക്ഷകനെ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഇരിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. 7 ദിവസക്കാലം പട്ടിണിയിലും ദാഹം അതെല്ലാം തന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അനക്കം ഇല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇരിക്കുകയാണ് നിശ്ചേഷ്ടരായിട്ട്, നിർമ്മമനായിട്ട്, അപ്പോൾ ഒന്നുകൂടി പറയാം നിർഗുണനായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തില. അതിനെ സമാധി എന്നല്ലാതെ എന്താണ് പറയുക? അപ്പൊ ഈ സമാധിഭാവത്തിലേക്ക് എത്തിയിരിക്കുന്ന പരീക്ഷത്തിനെ തക്ഷകനല്ല എന്ത് വന്ന് കടിച്ചാൽ അദ്ദേഹത്തിന് എന്ത്? കാരണം എന്താ? എന്റെ ശരീരമല്ല ഞാനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ വ്യക്തിത്വം. അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ട് മഹാനുഭാവന്മാര് കണ്ടുമുട്ടുമ്പോൾ കിട്ടേണ്ടത് എന്താണ്? വളരെ വ്യക്തമായിട്ട് നമ്മൾ ധരിക്കണം. സത്സംഗമാണ്. സത്സംഗം കൊണ്ട് നിർമോഹമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് നിശ്ചലമായിരിക്കുന്ന തത്വത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര മുഴുവൻ. അപ്പോൾ നമ്മൾ ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോഴും സത്തുക്കളായിട്ടുള്ള സംഘത്തിന് വേണ്ടി കൊതിക്കണം, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് മാത്രമാണ് വാസ്തവത്തിൽ ലക്ഷ്യമെന്ന് ഉറപ്പിക്കണം. ഇവിടെയും ആരെ കണ്ടു? വളരെ രസകരമായിട്ട് കണ്ടതാരെയാണ്? ഏതായാലും തതസ്തതിവ്രജം സുരാഷ്ട്രമൃദ്ധം സൗവീരമത്സ്യാൻ കുരുജാംഗലാംശ കാലേന താവദ്യമുനാം ഉപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. ഗംഗാതീരത്തല്ല. ഇവിടെ ഭാഗവതത്തിൽ ഓരോരോ സങ്കേതം പറയുമ്പോഴും അതിനും പ്രാധാന്യമുണ്ട്. പ്രഭാസം എന്ന് പറയുന്ന തീർത്ഥസ്ഥലത്തല്ല, സരസ്വതി എന്ന് പറയുന്ന ആ നദിയുടെ തീരത്തല്ല, ഇവിടെയും യമുനാം ഉപേത്യ. അപ്പോൾ യമുനാ നദിയുടെ തീരത്ത് വേണം ഇത് നടക്കാൻ എന്ന് എന്താ ഇത്ര നിർബന്ധം? അവിടെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഓടക്കുഴലൂതിയതും അവിടെയാണ് ഈ പറയുന്ന അനവധി ഗോപസ്ത്രീകൾ ഓടിയെത്തിയതും. അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ കാലവും ദേശവും ഇതെല്ലാം തന്നെ മറന്നുകൊണ്ട് ആ ഭഗവത് പ്രേമം മാത്രം കൈമുതലാക്കിയ ഒരു ഓടിയെത്തി രാസക്രീഡ നടത്തിയതും അവിടെയാ. ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു ക്രീഡ? ഇന്ന് നടക്കുന്ന മുഴുവൻ വാസ്തവത്തിൽ വൃത്തികെട്ട ക്രീഡയല്ലാതെ ഭഗവത് പ്രേമം മുറ്റിയെന്നുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം അത് ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ക്രീഡ, ഒരു ലീല, രാസക്രീഡ പോലെ നടക്കുന്നതേയില്ല. അത് യമുന തീരത്തെ നടക്കൂ. യമുന എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പ്രേമത്തിന്റെ സ്രോതസ്സാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രവാഹത്തിന്റെ പ്രത്യേകത ഇവിടെയും നാം കാണുന്നു. ഉദ്ധവരാണ് കണ്ടുമുട്ടപ്പെട്ട വ്യക്തി. തേടി നടക്കുന്നത് ആരെ എന്നില്ല, എന്നാലും ഒരവധൂത ഭാവത്തിൽ നടക്കുന്ന ആ വിതുരരാണെങ്കിൽ കണ്ടുമുട്ടിയത് ഉദ്ധവരെ. കണ്ടു കിട്ടിയ സങ്കേതം യമുനാതീരം. ഗംഗാതീരത്തിരുന്നു കൊണ്ട് പ്രായോപവേശം ചെയ്ത പരീക്ഷിത്ത്, ജ്ഞാനദാഹിയായിട്ടുള്ള പരീക്ഷിത്ത്, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ ശുഖബ്രഹ്മം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗംഗയുടെ തീരത്ത്. നേരെ മറിച്ച് ഇവിടെ വളരെ രസകരമായിട്ട് കാലേന താവത് യമുനാം ഉപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ വാസുദേവാനുചരം പ്രശന്തം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം ആലിംഗഗാഠം പ്രണയേന ഭദ്രം സുനാമമപൃച്ഛത് ഭഗവത് പ്രജാനാം. തമ്മിൽ ആലിംഗനബദ്ധരായി. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് ബൃഹസ്പതിയുടെ ശിഷ്യന് പ്രശാന്തനാണ്. വാസുദേവൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ പിന്തുടരുന്ന ആളുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരപ്രേമി. ബൃഹസ്പതി എന്ന് പറയുന്ന വ്യാഴം ദേവഗുരുവിന്റെ ശിഷ്യനുമാണ്.
കച്ചിത് പുരാണോ പുരുഷൗ സ്വനാഭ്യ പത്മാനുവൃത്യേഹ കിലാവതീർണൗ ആസാദ ഉർവ്യാ കുശലം വിധായ കൃതക്ഷണൗ കുശലം സൂരഗേഹേ കച്ചിത് കുരൂണാംബരമസുഹൃന്നോ ഭാമസ ആസ്തേ സുഖമംഗശൗരി യോ വൈ ശുശ്രൂണാം പിതർവദ്ദതാദി വരാൻ വദാന്യോ വരദർപ്പണേന കശ്ചിത് വരോധാധിപതിർയതൂനാം പ്രദ്യുമ്ന ആസേ സുഖമംഗവീര യം രുക്മിണീ ഭഗവതോഭിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരമാദിസർഗേ. ഓരോരുത്തരുടെ സുഖാന്വേഷണം നടത്തുക, കുശലാന്വേഷണം. വിതരര് നാട് വിട്ടു പോന്നിട്ട് അധികം നാളായി, എന്തെല്ലാമാണ് സംഭവിച്ചതെന്നറിയില്ല. അതുകൊണ്ട് ഉദ്ധവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, കൃഷ്ണന് സുഖമാണോ, അതുപോലെ തന്നെ പ്രദ്യുമ്നന് സുഖമാണോ, ഇങ്ങനെ അവരോട് ബന്ധപ്പെട്ട ആ പത്നിമാർക്കെല്ലാം തന്നെ സുഖമാണോ? കച്ചിത് സുഖം സാത്വത വൃഷ്ണിഭോജ ദാശാർഹ കാണാം അധിപ ആസ്തേ യമഭ്യഷിഞ്ചതപത്ര നേത്രവോ നൃപാസനാശാം പരിഹൃത്യ ദൂരാത്. അപ്പൊ അത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. കശ്ചിത് ഹരേ സൗമ്യസുത സദൃശ ആസ്തേ ഗൃണീരധിനാം സാധു സാംബ ആസോദയം ജാമ്പവതി വൃതാഢ്യ ദേവം ഗ്രഹം യോ അംബികായ ധൃതോഗ്രേ. ഈ സുഖം, ക്ഷേമം ഇതെല്ലാം തന്നെ അന്വേഷിക്കുന്ന അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ വിതരര് ഒന്നും അറിയാതെ ഈ പറയുന്ന പ്രബുദ്ധനായ ഉദ്ധവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീറിപ്പുകഞ്ഞ് ഉള്ളെല്ലാം തന്നെ വീർപ്പൂട്ടിയിരിക്കുന്ന ആ കഥാപാത്രം ഒടുവിലേക്ക് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. പഴയ കഥകളെല്ലാം തന്നെ ഇങ്ങനെ സ്മരിക്കുന്നുണ്ട്. കച്ചിത് യശോദ രഥയൂതപാനം ഗണ്ഡീവധന്യോപരതാരിരാസ്തേ അലക്ഷിതോയ ശരകൂടകൂഢോ മായാകിരാതോ ഗിരിശസ്തോഷ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച ആ സന്ദർഭത്തിൽ ഇവിടെ എല്ലാ തരത്തിലും ദുഃഖിതനായിട്ടിരിക്കുന്ന ഭക്തനാണ്, യോഗ്യനാണ്, ഇപ്പോ ശക്തനുമാണ്. വാസ്തവത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിച്ചിട്ട് എല്ലാ തരത്തിലും യോഗ്യനും ശക്തനുമായിരിക്കുന്ന അദ്ദേഹം വിങ്ങിപ്പൊട്ടി അല്പനേരം ധ്യാന നിമഗ്നനായി എന്ന്. അജസ്യ ജന്മോദ്ഭതനാശനായ കർമ്മണ്യ കർത്തൃഗ്രഹണായ പുംസാം നന്യന്യഥാ ഗോർഹതി ദേഹയോഗം പരോ ഗുണാനാമുദകർമ്മതന്ത്രം തസ്യ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേസ്വേ അർത്ഥായ ജാതസ്യ ദുഷജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. കുറച്ചുനേരം ഇങ്ങനെ കണ്ണടച്ചിരുന്നു, ധ്യാനനിമഗ്നനായിട്ട് അദ്ദേഹം ഇരുന്നു. കാരണം ഇത്തരത്തിൽ കുശലാന്വേഷണം നടത്തുന്ന വിദരർ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ എല്ലാം അറിഞ്ഞു. ഉദ്ധവരെന്ന് പറയുന്ന ഈ കഥാപാത്രം ഭഗവാന്റെ ഉപദേശമെല്ലാം തന്നെ കേട്ടിട്ട് പെട്ടെന്നൊന്നും ഓടി ബദരികാശ്രമത്തിലേക്ക് പോയില്ല. അദ്ദേഹം ഈ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് അല്പനേരം ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഒരാലിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു കൊണ്ട് ധ്യാനനിമഗ്നനായിരിക്കുന്ന ഭഗവാൻ സ്വദേഹത്തെ ത്യജിക്കാനായിട്ട് വെമ്പുന്ന രീതി ഇതെല്ലാം കണ്ടു. ആ സമയത്ത് അവിടെ ഓടിയെത്തിയ മൈത്രേയൻ എന്നല്ല അനവധി ആ ഈശ്വരീയ അനുഭൂതി കിട്ടാൻ എത്തിച്ചേർന്ന എല്ലാവരും തന്നെ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൃക്സാക്ഷിയാണ്. അപ്പൊ ഇവിടെ ഈ ഉദ്ധവരെന്ന് പറയുന്ന ഭഗവാന്റെ ശിഷ്യൻ, അദ്ദേഹം വാസ്തവത്തിൽ എല്ലാം കണ്ടിട്ട് അവിടെ യദുകുലത്തിന്റെ നാശം, അവർ തമ്മിലുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റം, മദ്യത്തിന്റെ സ്വാധീനം കൊണ്ട് തമ്മിത്തല്ലി തലകീറിച്ചാകുന്ന രംഗം, ഇതെല്ലാം തന്നെ കണ്ട് വീർപ്പ് മുട്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിർച്ചയാ ഈ വിതരരെ കണ്ടത്. വിതരരാണെങ്കിലും ചോദിക്കുന്നത് ഭഗവാന്റെ കുശലാന്വേഷണമാണ്. ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു, ഭഗവാന്റെ ധർമ്മപത്നിമാർ എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ തന്നെ പ്രദ്യുമ്നൻ, സാമ്പൻ ഇത്യാദി സന്തതികൾക്ക് എന്താ വിശേഷം, അതെല്ലാം തന്നെ ചോദിക്കുമ്പോഴാണ് ഇതി ഭാഗവത പൃഷ്ട ക്ഷത്ര വാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും നജോത്സേഹ ഔത്കണ്ഠ്യാത് സ്മാരിതേശ്വര. ധ്യാനനിമഗ്നനായിട്ടിരുന്നപ്പോൾ എല്ലാം വിസ്മരിച്ചുപോയി. ഒരു നിമിഷം നമ്മൾ ഈശ്വരൻ മുഖമാകുന്നൊരവസ്ഥ ഇവിടെ പ്രകീർത്തിതമാണ്. നമ്മളും വാസ്തവത്തിൽ അല്പനേരം ധ്യാനനിഷ്ഠയിലേക്ക് വന്നാൽ എല്ലാം വിസ്മരിക്കും. ഇവിടെ സ്മരിക്കേണ്ടതെന്ത് ഈശ്വരൻ, വിസ്മരിക്കേണ്ടതെന്ത് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ നടമാടുന്ന സകല സംഗതികളും ചോദ്യങ്ങൾ ചോദിച്ച ആ സമയത്ത് എന്തുകൊണ്ടോ അതെല്ലാം തന്നെ ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ട് ഈശ്വര സ്മരണയിലേക്ക് ആണ്ടു ഉദ്ധവര്. യ പഞ്ചഹായനോ മാത്ര പ്രാതരാശായജിത തന്നൈശ്ചരപയന്യസ്യാസപര്യാം ബാലലീലയ സകഥം സേവയാ തസ്യ കാലേന ജരസംഗത പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തുപാദാവനുസ്മരൻ
സ മുഹൂർത്തമഭുത്തൂഷ്ണീം കൃഷ്ണാംഘ്രിസുതയാ വൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത പുളകൊദ്ഭിന്ന സർവാംഗോ മുഞ്ചൻ നീലദൃശാശുജ പൂർണാർദ്ധോ ലക്ഷ്യതസ്തേന സ്നേഹപ്രസര സംപ്ലുത ശനകൈർഭഗവല്ലോകൻ നൃലോകം പുനരാഗത. ഭഗവാന്റെ ലോകമൊക്കെ വിട്ടു ധ്യാനനിരതനായിരിക്കുന്ന അദ്ദേഹത്തില് കടന്നുകൂടിയ ഈശ്വരന്റെ ആ പ്രഭാവം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവേശം, അതെല്ലാം തന്നെ ഈശ്വരന്റെ ആവേശമെല്ലാം തന്നെ വിട്ടിട്ട് വിമൃജ്യ നേത്രേ വിദുരം, കണ്ണൊക്കെ തുറന്ന് ഈ ഉദ്ധവരെ കണ്ടിട്ട് വിദരരെ കണ്ടിട്ട് പ്രത്യാഹോദ്ധവ ഉത്സ്മയൽ, അദ്ദേഹം പറയാൻ തുടങ്ങിയ ഇനിയാണ് കൃഷ്ണലീല അനുസ്മരിക്കുക. രണ്ടു മഹാനുഭാവന്മാര്, ഭഗവത് പ്രേമികൾ പ്രത്യേകിച്ചും, വിദരരായാലും ഉദ്ധവരായാലും രണ്ട് ശ്രേഷ്ഠമതികൾ. ഒന്ന് ചിന്തിച്ചു നോക്കണം അവരുടെ കഥാപാത്രങ്ങളുടെ പേഴ്സണാലിറ്റി. അവരെത്രമാത്രം ശക്തന്മാരാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ധ്യാനനിരതമായിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകത, ആ സമയത്ത് കണ്ണം നട്ടിങ്ങനെ നിൽക്കുന്ന, എന്താണാവോ ഇദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, മൗനം ദീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഉദ്ധവരെ നോക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന വിദരന്റെ മനോഭാവം എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ. ആ സമയം എന്താണ് സംഭവിച്ചത് എന്ന് മറുപടി പറയാതെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിൽ നിന്ന് കണ്ണു തുറന്നു വരുന്ന ആ ലീലകളോ, ഇതെല്ലാം തന്നെ പറയുന്ന കൂട്ടത്തില് കൃഷ്ണത്യുമണി നിമ്ലോജെ കീർണേഷുജകരേണ കിം നന കുശലം ബ്രോയാം ഗത ശ്രീഷു ഗൃഹേഷുഹം ദുർഭഗോപതലോകോയം യഥവോ നിതരാം അപി ഏ സംവസന്തോന വിദർഹരിം മീനായി വോഢുപം. ആരറിഞ്ഞു ഈ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വൈഭവം? അദ്ദേഹം ആരാണെന്ന് ഇത്രയും കാലം കൊണ്ട് ആരറിഞ്ഞു? നമ്മൾ പിന്നാലെ ഏകാദശി സ്കന്ധത്തിൽ വരുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാവും. അച്ഛൻ എന്ന് പറയുന്ന വസുദേവർ പോലും, ആ വസുദേവർ പോലും നാരദനോട് ചോദിച്ച് മനസ്സിലാക്കാൻ തുനിയുന്ന അവസാന കാലഘട്ടത്തിൽ ആ ഭഗവാന് 125 വയസ്സായപ്പോഴാണ്. അപ്പോൾ എല്ലാ തരത്തിലും അറിയേണ്ട ഈശ്വരതത്വം അറിയാതെ, കൃഷ്ണൻ ആരാണെന്നുള്ള ബോധം ഉണ്ടാകാതെ അച്ഛൻ പോലും അവശേഷിച്ചിരിക്കുക. അദ്ദേഹം ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ നാരദൻ ചിരിക്കുന്നുണ്ട്, ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് തന്റെ മറുപടിയായിട്ടല്ല, പണ്ട് നിമിയും നവകികളും തമ്മിലുണ്ടായ സംസാരമാണ് എടുത്തു പറയുന്നത്. അവിടെയും ചോദ്യം ഈ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മഹത്വം അതറിയാൻ കൊതിച്ചുകൊണ്ട് അച്ഛൻ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആരെല്ലാം ഉണ്ടായാലും ആര് മനസ്സിലാക്കി ഈ പറയുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ? ഒരുപക്ഷെ കുചേലൻ മനസ്സിലാക്കി കാണും, അതുപോലെ ഉദ്ധവര് മനസ്സിലാക്കി കാണും, അക്രൂരിന് പിടികിട്ടി കാണും. അതുപോലെ അപൂർവം ചിലരല്ലാതെ ഈ ഭഗവൻ മഹത്വം ആര് ഗ്രഹിച്ചു? ഏതുപോലെ ഈ സമുദ്രാന്തർഭാഗത്ത് വസിക്കുന്ന മത്സ്യങ്ങൾ ഈ ചന്ദ്രനെ പറ്റി എന്തറിഞ്ഞു എന്ന്. നല്ല പ്രയോഗമാണ്. ഭാഗവതത്തിൽ ചന്ദ്രൻ എന്നുള്ളൊരു പ്രയോഗം വരുമ്പോൾ ആത്മീയമായിട്ടുള്ളൊരു ഉന്മേഷം സൃഷ്ടിക്കുന്നൊരവസ്ഥയാണ്. അമൃതത്തിന്റെ രംഗമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നിങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന അമൃതഗണങ്ങളാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഭൂതി. ചന്ദ്രന്റേതായിട്ടുള്ള മണ്ഡലത്തെ ചിന്തിച്ചാലേ ഭഗവാനെ കിട്ടൂ എന്ന് പറഞ്ഞാൽ, എപ്രകാരമാണോ ഈ പറയുന്ന ആ അഷ്ടമി രോഹിണി എന്നെല്ലാം പറയുന്ന സുദിനത്തിൽ ഏറ്റവും ശക്തനായിട്ട് ഈ പറയുന്ന ചന്ദ്രൻ ഉദിച്ചുയർന്നത്, ആ സമയത്ത് ഭഗവാൻ ജനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവതാരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടു, ചന്ദ്രവംശവുമായിട്ട് ബന്ധപ്പെട്ടു. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻസ് അവര് വാസ്തവത്തിൽ ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ എന്നിങ്ങനെ ജപിക്കും. ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ രാമചന്ദ്രായ എന്ന് പറയുന്ന പോലെ കൃഷ്ണചന്ദ്രായ, കൃഷ്ണദേവായ, അതുപോലെ കൃഷ്ണചന്ദ്രായ. ചന്ദ്രനാണ് കൃഷ്ണൻ, രാമൻ ചന്ദ്രൻ, രാമചന്ദ്രൻ എന്ന് പറഞ്ഞാലും രാമൻ സൂര്യന്. അപ്പോ സൂര്യവംശത്തിൽ ഇങ്ങനെ ജനിച്ച രാമചന്ദ്രനെയും ഉടനെ കൃഷ്ണവംശത്തിൽ ജനിച്ച അതായത് സോമവംശം, ചന്ദ്രവംശത്തിൽ ജനിച്ച ആ കൃഷ്ണനെയും നമ്മൾ സ്മരിക്കുന്ന ആ രീതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഭാഗവതം. ഭാഗവതത്തിൽ അവിടെയും ഇവിടെയും ഓരോരോ പദങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കുമ്പോഴും വേദവ്യാസർ അത് ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വം, അത് നമ്മൾ ചിന്തിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചുരുക്കം. ഈ പറയുന്ന അധ്യായത്തിൽ വളരെയധികം നേരം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഓടി പോവുക. സ്പീഡ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞാലും സ്പീഡ് സ്വതസിദ്ധമായിട്ടുള്ളത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ച് കുറയുന്നുണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ശ്ലോകം, അഹോബഗീയം സ്തനകാളകൂടം ജിഘാംസയ പായയദപ്യസാധീ ലേഭേഗതിം ധാത്രിജിതാം തതോന്യം കംവാദയാലും ശരണം വ്രജേമ. ഉദ്ധവര് ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ അനുസ്മരിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്നിച്ചതർക്കെടുക്കുന്ന സ്മരണകളാണ്. അപ്പൊ ഈ ഭഗവാന്റേതായിട്ടുള്ള ലോകം വിട്ടു അദ്ദേഹം സ്വധാമത്തെ പോയി. ഞാനാണെങ്കിലോ പോവുകയാണ് ബദരികാശ്രമത്തിലേക്ക്. അവിടെ ചെന്നിട്ട് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ച് അത്തരത്തിൽ ജീവിതം നയിച്ച് സധാമത്തിലേക്ക് പോവാ. കണ്ട കാര്യങ്ങൾ ലീലകളെല്ലാം തന്നെ ചിന്നിച്ചിതറിക്കിടക്കുന്നത് ഈ മനോമുഖരത്തിൽ ഇങ്ങനെ പ്രസരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്മരിക്കുന്ന അതെല്ലാം തന്നെ ഇങ്ങനെ വിളമ്പുക. ഭഗവാനെ സ്മരിക്കുകയാണെന്ന് ചുരുക്കം. ഇവിടെയും
നമ്മൾ ഈ പറയുന്ന ശ്ലോകങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്ത് പഠിക്കലല്ല ആവശ്യം. അവിടെ വാസ്തവത്തിൽ നാം ഈശ്വര സ്മൃതിയിലേക്ക് വരിക. ദശമസ്കന്ധത്തിലേക്ക് കടന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജനനം സാധിച്ചാൽ അദ്ദേഹം എപ്രകാരമാണ് വസുദേവൻ തന്നെ കൊണ്ടുപോയി ഈ അമ്പാടിയിലാക്കിയത് ചിന്തിക്കണം. അമ്പാടിയിലേക്ക് പോയി കണ്ണൻ ജനിച്ചപാടേ ചോരക്കുഞ്ഞ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെയാണെങ്കിൽ കിടന്നിരുന്ന ആ ചോരക്കിടാവ് ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് തിരിച്ചു പോന്നു. അത്തരത്തിൽ അവിടെ കിടത്തിയ ആ കണ്ണനാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഗോപസ്ത്രീകളുടെ കണ്ണിലുണ്ണിയായിട്ട് മാറി. എല്ലാവരും ഇങ്ങനെ വളർത്താൻ തുടങ്ങി, എല്ലാവരും താലോലിക്കാൻ തുടങ്ങി. വളർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം 15-ാമത്തെ ദിവസം ഈ പറയുന്ന രീതിയിൽ ഒരു കൃത്യം ചെയ്തതാണ് ഇവിടെ അനുസ്മരിച്ചത്. വെറും 15-ാമത്തെ ദിവസം. സാധാരണഗതിക്കുള്ളൊരു ചോരക്കുഞ്ഞ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ യോഗ്യനാണോ ശക്തനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ അവതരിച്ചപ്പോഴേ തന്നെ പറഞ്ഞു, തമത്ഭുതം ബാലകമംബുജക്ഷണം. വളരെ ശക്തനും യോഗ്യനുമാണ്. അത്ഭുതകരമായിട്ടുള്ളൊരു അവതാരമാണ് ഈ ഭഗവാന്റേത്. അതുകൊണ്ട് ഇവിടെ സാധിക്കുന്ന കാര്യമോ, പ്രത്യേകിച്ചും എന്താ ഇതിനെ പറയുക, ഈ പൂതന എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീ, അസുര സ്ത്രീ, പ്രത്യേകിച്ചും ഈ പറയുന്ന കംസൻ പറഞ്ഞു വിട്ട ബാലഘാതിനി, ആ ഇടയ്ക്ക് ജനിച്ചിട്ടുള്ള സകല കുട്ടികളെയും എന്നെ കൊന്നു മുന്നോട്ട് പോകുന്ന കൃഷ്ണൻ ഏതാണെന്ന് പിടികിട്ടാത്ത കാരണം എല്ലാത്തിനെയും തട്ടാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കംസന്റെ പ്രേരണ, അതിൽ വശംവതയായിട്ട് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും വിഷസ്തനം, ആ സ്തനത്തിൽ ഈ വിഷം പുരട്ടിയിട്ട് മുലയൂട്ടി കൊല്ലുന്ന ആ കേളി, അത്തരത്തിലുള്ള ഒരു പ്രത്യേക ക്രീഡ അതും നടത്തിക്കൊണ്ടുപോകുന്ന ഈ സ്ത്രീ ബാലഘാതിനി, അവളവിടെ വന്നപ്പോൾ ഭഗവാൻ ചെയ്ത പ്രവൃത്തി പുഞ്ചിരിച്ചു. ഏതായാലും കണ്ണടച്ചതിനെ സംബന്ധിച്ച് ഈ ഭാഗവതം വ്യാഖ്യാനിക്കുന്ന വേളയിൽ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാൻ കണ്ണടച്ചു. ഏതായാലും കണ്ണടച്ചു, രുചിച്ചു, രസിച്ചു. അത്തരത്തിലുള്ള പ്രത്യേക ഭാവത്തിലേക്ക് വന്നു. തന്റെ മാറോടണച്ച ആ പൂതന എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസ സ്ത്രീയാണെങ്കിലും മാറിൽ ഇങ്ങനെ അമർന്നു കിടക്കുന്ന ആ ദിവ്യകൈശോര വേഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം തന്നെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാ. കാരണം നിരോധലീലകളാണ് ദശമസ്കന്ധത്തിൽ. ഇവിടെ പ്രത്യേകിച്ച് ഉദ്ധവരെ ആ കഥാരംഗങ്ങളെല്ലാം തന്നെ എടുത്തിടുമ്പോൾ വിതുരയുടെ മനോമുഖരം എങ്ങനെയായിരിക്കും, മനസ്ഥിതി എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ധ്യാനാത്മകത എപ്രകാരമായിരിക്കും നമ്മൾ ചിന്തിക്കണം. അവിടെ ഉദ്ധവരും ധ്യാനിക്കുകയാണ്. കാരണം എന്താ, ഏതൊരു ഗുരുവരൻ അല്ലെങ്കിൽ ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് പരമാചാര്യൻ എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞ് പഠിപ്പിച്ചത് അത് പേറിക്കൊണ്ട് ഞാൻ പോവുകയാണ് ബദരികാശ്രമത്തിലേക്ക്. എന്റെ മനസ്സിൽ മറ്റാരും കുടിയേറി പാർക്കാൻ പാടില്ല. എന്റെ ഇഷ്ടനായ ആ ഈശ്വര സ്വരൂപമല്ലാതെ മറ്റേ യാതൊന്നും എന്റെ മനസ്സിൽ പാടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന കഥാഗോളങ്ങളാണ്. അതേ രീതിയിൽ തന്നെ ഈ ശ്രവണം നടത്തുന്ന കേൾക്കുന്ന ഈ പറയുന്ന വിതരരാണെങ്കിലോ അതിലൂടെ നയിക്കപ്പെട്ട് അയാളുടെ മനസ്സിൽ ഇത് മാത്രമാണ് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സദാസമയവും നമ്മൾ കോമളം ഗോജയൻ വേണം, ശ്യാമളോ യങ്കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോമമ എന്നിങ്ങനെ ജപിക്കലല്ലാതെ ആ കൊച്ചു കൃഷ്ണന്റെ രൂപം, ഭാവം ഇതെല്ലാം തന്നെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കാൻ തയ്യാറല്ലാത്തതാണ് ഈ പോരായ്മയ്ക്ക് കാരണം. ഏതൊരു രീതിയിലാണോ വംശീ വിഭൂഷിതകരൻ നവനീരതാഭാത് പീതാംബരാധരുണ ബിംബഫലാധരോഷ്ടാത് പൂർണ്യം സുന്ദരമുഖാദരവിന്ദ നേത്രാത് കൃഷ്ണാൽ പരങ്കിമപിതത്വമഹം ന ജാനേ. അപ്പൊ ഇത്തരത്തിൽ കൃഷ്ണനേക്കാൾ കവിഞ്ഞൊരു തത്വം കാണാനില്ല എന്ന് ഉറപ്പിച്ച് സർവസ്വവും കൃഷ്ണൻ തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ഈ പറയുന്ന വ്യഥകൾ? യാതൊരു രോഗങ്ങളുമില്ല, വ്യഥകളുമില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. ആ രീതിയിലേക്കാകണം. അത് ഈ ശ്ലോകത്തിലൂടെ സാധിക്കണം. അഹോപികീയം സ്തനകാളകൂടം. ഈ പറയുന്ന പൂതന ബഗി, ആ പൂതനയാണെങ്കിൽ സ്തനകാളകൂടം തന്റെ മുലയിൽ പുരട്ടിയിരിക്കുന്ന ഈ കാളകൂട വിഷം കൊണ്ട് പലരെയും കൊന്ന് ഒടുവിൽ ഈ അമ്പാടിയിലും വന്നു. പൂതന പാടുന്നത്, ആ കഥകളിയിൽ പാടുന്നത് അമ്പാടി ഗുണം വർണ്ണിപ്പാൻ വൻപനല്ല ഭണിരാജനും. നല്ല രസകരമായിട്ടുള്ള പ്രയോഗമാണ്. നന്നെത്രയും നികടവർത്തി മത്തശിഖി നർത്തനമാർന്ന ഗോവർദ്ധനഗിരിയും. ഗോവർദ്ധനഗിരിയൊക്കെ വർണ്ണിക്കുന്നുണ്ട് ഈ പൂതന. ലളിതാഭാവത്തിൽ സുന്ദരിയായിട്ട് പതുക്കെ ഗോപവാടത്തിലേക്ക് കയറി ആർക്കും സംശയം വരാത്ത രീതിയിൽ അടുത്തുകൂടി അവിടെ കിടക്കുന്ന കണ്ണനെ പിടിച്ച് മാറോടമർത്താൻ അക്കൂട്ടത്തിൽ വർണ്ണിക്കുകയാണെന്ന്. അമ്പാടി ഗുണം വർണ്ണിപ്പാൻ വൻപനല്ല ഭണിരാജനും. 1000 ശിരസ്സുള്ള ഈ സഹസ്രഭണൻ എന്നെല്ലാം പറയുന്ന അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റാത്ത അത്ര അവർണ്ണനീയമാണ് ഈ പറയുന്ന അവസ്ഥ അമ്പാടിയുടേത്. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഗോവർദ്ധനഗിരിയെ വർണ്ണിക്കുന്നുണ്ട്. ഗോവർദ്ധനഗിരി ഇല്ല എങ്കിൽ ഈ ഗോപവാടത്തിന് പ്രസക്തിയില്ല, പ്രാധാന്യമില്ല. അത് നമ്മൾ പിന്നാലെ കാണുന്ന കഥ. എന്തായാലും നന്നത്രയും നികടവർത്തി മത്തശിഖി ഏതൊരു മയിലാണോ ഇങ്ങനെ ഉന്മത്തനായിട്ട് ആട്ടം പാട്ട് എല്ലാം തന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ആടുന്നത്, മയിൽ വിരിച്ച് പീലി വിരിച്ചാടുന്നത്, അതുപോലെ നന്നത്രയും നികടവർത്തി മത്തശിഖി നർത്തനമാർന്ന ഗോവർദ്ധനഗിരിയും ആ പൂതനയാണ്. മുലപ്പാൽ കൊടുക്കാനായിട്ട് വിഷം പുരട്ടിയതാണ്. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ മറന്നുപോയോ അല്പനേരമെന്നറിയില്ല. പൂർവ്വജന്മത്തില് ഈ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാമന അവതാരവേളയില് താൻ കൊതിച്ചൊരു സംഗതിയാണ്.
കൊച്ചുകുട്ടിയായിട്ട് വന്ന ഈ വാമനെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ എടുത്ത് അല്പം മുല കൊടുത്താൽ എന്താ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോയി. അത് ഈശ്വരൻ അനുവദിച്ച ആ സന്ദർഭമാണെന്ന് കൂടി ചിന്തിച്ചാലോ? നമ്മൾ എല്ലാവരും എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഇരിപ്പ്. അപ്പൊ ഈശ്വരനെല്ലാം തന്നെ അനുവദിച്ചു തരുന്നു. മുജ്ജന്മത്തിൽ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത്, ആഗ്രഹമാണോ ഇങ്ങനെ ഉന്നയിച്ചത്, ആ ആഗ്രഹം വാസ്തവത്തിൽ നടത്തിക്കിട്ടുന്ന ഈ രംഗത്ത് മാറോടണച്ചു. ഭഗവാനാണെങ്കിൽ ഈ വിഷസ്ഥനത്തിലെ വിഷമെല്ലാം തന്നെ തോത്തു ദൂരെ കളഞ്ഞിട്ട് വാസ്തവത്തിൽ ആ ഉയിരുണ്ണുകയാണ്. ആർക്ക് സാധിക്കും ഈ ഏറ്റവും അമൂല്യമായിരിക്കുന്നൊരവസ്ഥ, അതിന്റെ അനുഭവം? എല്ലാ തരത്തിലും തന്റെ മാറോടണച്ചിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞ്, 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, തന്റെ ഉള്ളിലുള്ള ഉയിരിനെ, ആ ജീവനെ തന്നെ ഇങ്ങനെ ഉണ്ണുന്ന രീതി, ഇതെല്ലാം തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് വിതരരെ. ഈ ശ്ലോകം ഇതിങ്ങനെ കേൾക്കേണ്ട താമസം ആർക്കല്ല എന്തെല്ലാം പരിവർത്തനം വന്നു എന്ന് പറയാൻ പറ്റിയില്ല. ശുഖബ്രഹ്മം പോലും ഇത് കേട്ടിട്ടാണ് ഈ ഭാഗവതം പഠിക്കാൻ തയ്യാറായത് എന്ന് ആചാര്യമതം. ഏതായാലും ഇത്തരത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഈശ്വരഭാവത്തെ വിട്ടിട്ട് മറ്റാരെയാണ് ഞാൻ ശരണം പ്രാപിക്കുക? അഹോ ബകീയം സ്തനകാളകൂടം ജിഘാംസയാപായതപ്യസാധി ലേഭേ ഗതിം ധാത്രിജിതം തതോന്യം കംവാദയാലും ശരണം വ്രജേമ. അമ്മയ്ക്ക്, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം മകനിൽ നിന്ന് കിട്ടേണ്ടുന്ന മോക്ഷമാണ്. അത് തൃതീയ സ്കന്ധത്തിൽ മറ്റ് ഒരു രംഗത്ത് നാം കാണുന്ന കപിലന്റെ ആ ഗീതയും അമ്മ ദേവഹൂതിക്ക് കിട്ടുന്ന മോക്ഷവും. അപ്പോൾ മകൻ കൊടുക്കേണ്ടതാണ് മോക്ഷം, അച്ഛനായാലും അമ്മയ്ക്കായാലും. അപ്പോൾ എല്ലാ തരത്തിലും ഈ മോക്ഷം കൊടുക്കേണ്ട ചുമതല മകനുണ്ട്. അങ്ങനെ മകൻ കൊടുക്കേണ്ട മോക്ഷം, അവിടെയും ഈ ഭാഗവതത്തിന്റെ ഭാഷ തെറ്റിദ്ധരിക്കാതിരിക്കാൻ 2 വാക്കൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. കപിലവാസുദേവന്റെ ഗീത, അതിലൂടെ ജ്ഞാനം പകർന്നു കൊടുത്തിട്ട് അമ്മ ദേവഹൂതിക്ക് മോക്ഷം കൊടുക്കുന്ന സമ്പ്രദായം മറക്കാതിരിക്കുക. അപ്പോഴും ക്രിയോന്മുഖമായിട്ടുള്ള മറ്റ് പ്രവൃത്തികൾക്കെല്ലാം തന്നെ യാതൊരു സ്ഥാനവും ഭാഗവതത്തില്ല എന്നുറപ്പിക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെള്ളിപ്രഥമയിൽ പ്രേതത്തെ ആവാഹിച്ച് ഭാഗവതം കേൾപ്പിക്കുന്ന ഒരു സമ്പ്രദായം എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. പ്രേതത്തെ ഭാഗവതം കേൾപ്പിക്കുക, ദുന്ദുകാരി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഇതിനൊരു കാരണമായിട്ട് നാം കാണുന്നത്. സത്യത്തിൽ ദുന്ദുകാരി എന്ന് പറയുന്ന പ്രേതം അതിങ്ങനെ 7 മുട്ടുള്ള മുളയിലേക്ക് കയറിയിരുന്നു എന്ന് പറയുമ്പോൾ, ആ പ്രേതഭാവത്തിലൊരു ജീവൻ 7 മുട്ടുള്ള മുള എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിന് മോചനം കിട്ടാനാണ് ഭാഗവതം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല. ഒന്നുകൂടി അത് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 7 മുട്ടുള്ള മുളയുടെ ചുവട്ടിലൂടെ ഒരു പ്രേതം കയറി. ആ പ്രേതം ഓരോ ദിവസവും ഓരോ മൊട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. ഇതാണ് മഹാത്മ്യത്തിലെ കഥ. ഞാൻ പറയുന്നത് ഈ പ്രേതാവസ്ഥ എന്ന് പറയുന്നത് വിഷയവാസന, തീവ്രമായിരിക്കുന്ന വിഷയവാസന, പഞ്ചേന്ദ്രിയന്യമായിട്ടുള്ള വികാരങ്ങൾ, അതിനെക്കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ജീവൻ. അതാണ് ആ ജീവന്റെ പ്രത്യേകത. ജീവനാണ് രക്ഷിക്കപ്പെടേണ്ടത്, ജീവനാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്, ആ ജീവനാണ് ബ്രഹ്മം എന്നറിയാതെ പോയത് ജീവോ ബ്രഹ്മൈവനാപര. അപ്പോൾ എല്ലാ തരത്തിലും ജീവൻ എന്ന് പറയുന്ന അന്തർലീനമായിട്ട് കിടക്കുന്ന ജീവാത്മാവെന്നെല്ലാം പറയുന്ന ആ പ്രാണനെ, ജീവനെ, അതിനെ വാസ്തവത്തിൽ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരികയാണ്. നിന്റെ ശരീരത്തിൽ തന്നെ ഈ 7 മുട്ടുള്ള മുളയായിട്ടുള്ള നിന്റെ ശരീരത്തിൽ തന്നെ 7 മുട്ടുള്ള മുളയാകുന്ന ഈ പറയുന്ന കുണ്ടലിനി സവിശേഷമായിരിക്കുന്ന സ്ഥാനവും അതെല്ലാം തന്നെ ഉള്ള ഈ നട്ടെല്ലിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, അല്ലയോ ജീവൻ, ഈ ജീവൻ എന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം, അത് വാസ്തവത്തിൽ വികാരങ്ങളുടെ മുമ്പിലേ പോകാതെ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ അകത്ത് തന്നെ കുടികൊണ്ട് അകത്തുകൂടി തന്നെ മുകളിലേക്ക് കയറി അത്തരത്തിൽ രക്ഷപ്പെടാൻ പറയുന്ന രീതിയാണത്. അതെന്തു മാറി മറിഞ്ഞ് ഇന്നിപ്പോൾ വെള്ളിപ്രതിമയിലെ പിതൃവിനെ ആവാഹിക്കുക, ജ്യോത്സ്യന്മാർ വന്നിരിക്കുക, എന്നിട്ട് ആവാഹിച്ചു പോകുന്നു, അഷ്ടമ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുക. അതിനെ ഈ പറയുന്ന രീതിയിൽ സമ്പാദസ്പർശം ഏൽപ്പിക്കുക, എള്ളുകൊണ്ട് 24,000 36,000 ഹോമം ഇങ്ങനെ നടക്കുകയാണ് ഈ കോലാഹലം. എന്നിട്ടും ജ്യോത്സ്യന്മാർ രണ്ടാമത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇപ്പോഴും ഗതിയായിട്ടില്ല, കുറച്ചുകൂടി വേണമെന്നാ. എൻ്റെ നീ കുറച്ചുകൂടി. അപ്പൊ ഈ ജീവനെ കുറച്ചുകൂടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭാഗവതത്തിന് അന്യമായിരിക്കുന്ന ഭാഷ. അപ്പൊ അതൊരിക്കലും മകന്റെ ജോലിയാണെങ്കിലും മകൻ എങ്ങനെ സാധിക്കും ഈ അച്ഛന് ഗതി കൊടുക്കാൻ? അവിടെയും നമുക്ക് ഉദാഹരണം കപിലവാസുദേവനാണ്. ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ ബോധവൽക്കരിച്ച് പഞ്ചമസ്കന്ധത്തിലെ ഋഷഭന്റെ ഉപദേശവും ഇനി വരുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെയും പറയുന്നുണ്ട്, മകൻ മകനാകണം, അച്ഛൻ അച്ഛനാകണം, ഭാര്യ ഭാര്യ ആകണം, ഗുരു ആകണം, ഈശ്വരനാകണമെങ്കിൽ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ മരണവക്ത്രത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം. സംസാരം എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് രക്ഷിക്കുന്നവൻ മാത്രമേ ഗുരുവാകുന്നുള്ളൂ, അച്ഛനാകുന്നുള്ളൂ, അമ്മയാകുന്നുള്ളൂ, എല്ലാം ആകുന്നുള്ളൂ. അതേ രീതിയിൽ ഇവിടെയും ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ തന്റെ ഉയിര്, ഈ പറയുന്ന പൂതനയുടെ ഉയിര്, അവളിലുള്ള ജീവനെ തന്നിലേക്ക് സംക്രമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ശക്തമായിട്ടുള്ളൊരു പ്രമേയം, അതിന്റെ സാക്ഷാത്കാര പദവിയാണിത് ജീവബ്രഹ്മൈക്യം.
അപ്പോൾ യാതൊരു കാരണവശാലും ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ജീവനെ ഈശ്വരനുമായിട്ട് കൊളുത്തുന്ന രീതിയല്ലാതെ തന്റെ ഈ ശരീരാന്തർഗതമായിട്ടുള്ള ജീവനെ, പരിതപ്തമായിരിക്കുന്ന ജീവനെ, ഈ പറയുന്ന സംസാരത്തിൽ അകപ്പെട്ടുകൊണ്ട് വളരെ കലുഷിതമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന ജീവനെ പതുക്കെ കൊളുത്തിയിടുക ഈ പറയുന്ന ഈശ്വരനുമായിട്ട്. അതാണ് ഇവിടെ കണ്ടത്. എന്താ? അഹോ ബകീയം സ്തനകാളകൂടം ജിഘംസയാ പായയതപ്യസാധീ ലേഭേ ഗതിം താത്രിജിതാം തതോന്യം കം വാ ദയാലും ശരണോ വ്രജേമ. ഇത്രമാത്രം ദയാലുവായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ വിട്ട് മറ്റാരെയാണ് ശരണം പ്രാപിക്കുക എന്നാണ് ഉദ്ധവര് ഈ വിതുരരോട് പറഞ്ഞത്. ഇത് കേട്ടുപോലും ശുഖബ്രഹ്മം. ഏതായാലും വേദവ്യാസകൃതി സന്യാസിക്ക് വാസ്തവത്തിൽ യോജിച്ചതാണോ? ഈ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന, അവതാരങ്ങൾ വർണ്ണിക്കുന്ന, ഇതൊന്നും ഇല്ലാത്ത ഈശ്വരനെ, ആത്മഭാവത്തിലുള്ള ഈശ്വരനെ ഇത്തരത്തിൽ വർണ്ണിക്കുന്നൊരു കൃതി അത് പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ശ്ലോകവും മറ്റൊരു ശ്ലോകവുമാണെന്ന് കഥ. എന്തുമാകട്ടെ, ഇവിടെ നമ്മൾ വാസ്തവത്തിൽ വിതുരനും ഉദ്ധവരും കൂടി തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ രണ്ട് പ്രഗത്ഭമതികൾ കണ്ടുമുട്ടുകയാണ്. വിതുരരെ വാസ്തവത്തിൽ ഉപേക്ഷിതനായി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട് വേറൊരു വഴിക്ക് പോയി എന്ന് ഇപ്പോൾ കാണാം. ഏതായാലും അത്തരത്തിൽ വേറൊരു വഴിക്ക് പോകുന്നു വിതുരരെങ്കിലും അതിന്റെ മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നുണ്ട്. വെറുതെ കണ്ട ഭാവത്ത് കണ്ട കാലത്ത് ഒന്നും പറയാതെ അങ്ങോട്ട് ഓടുകയല്ല. ഇന്നത്തെ ഗുരുക്കന്മാരുടെ പാരമ്പര്യമല്ല ഭാഗവത ഗുരുക്കന്മാർക്ക്. കണ്ടു കഴിഞ്ഞാൽ ഭാഗവതം സംക്ഷിപ്തമായിട്ട് മുഴുവൻ പറഞ്ഞു കൊടുക്കും. അതാണ് ദ്വിതീയ സ്കന്ധത്തിൽ ശുഖബ്രഹ്മം ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുത്തു. കാരണം എന്താ? അത്തരത്തിലാണ് ഗുരുക്കന്മാരുടെ പാരമ്പര്യം പണ്ടേ. ഭാഗവതം മാത്രമല്ല, ഭഗവത്ഗീതയായാലും രണ്ടാമത്തെ ഈ അധ്യായം അവിടെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്തെല്ലാമാണ് ഗ്രഹിക്കേണ്ടത്. കാരണം എപ്പോഴാ മരിക്കുന്ന നിശ്ചയമില്ല. ഈ 7 ദിവസവും 10 ദിവസവും എന്നൊക്കെ ഇരുന്നോളൊന്നും നിർബന്ധമില്ല. അവൾ കിട്ടുന്ന സമയത്ത് തന്നെ ഭാഗവതം എന്താണെന്ന് മുഴുവൻ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നിടത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് കൂട്ടിച്ചേർത്ത് കഥകളെല്ലാം ചേർത്ത് ഈ ഭാഗവതത്തിൽ പറയുന്നവരെ വിപുലീകരിച്ച്, ഇതാണ് ഭാഗവതം അല്ലയോ നാരദരെ, ഇതാണ് ഭാഗവതം അല്ലയോ ബ്രഹ്മദേവ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് നീ വിപുലീകരിക്കുക. നിന്റേതായിട്ടുള്ള ഒടിപ്പും തൊങ്ങലും വെച്ച് എക്സാജറേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ കഥയും ആ കാര്യങ്ങളുമെല്ലാം തന്നെ ചേർത്തിട്ട് അനുവാചകർക്ക് കൂടുതൽ ഗ്രഹിക്കത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവിടെയെല്ലാം തന്നെ ആദ്യം മുഴുവൻ സംക്ഷിപ്തമായിട്ട് പറയേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ഇവിടെ ഈ ഉദ്ധവര് ചെയ്തത് അതാ. എന്തെല്ലാമാണോ ഭഗവന്മയമായിരിക്കുന്ന ഒരവസ്ഥയിൽ നാം നേടേണ്ടത്, ആ ഭഗവാന്റെ ലീലകൾ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ധന്യമാക്കി, ആ അന്തരീക്ഷം ധന്യനാക്കി വിതുരരെ. എന്നിട്ട് പോകുന്നത് അതുകൂടി ഒന്ന് കൊളുത്തി വച്ചിട്ട് നിർത്താം. ചെല്ലുന്നത് മൈത്രേയന്റെ അടുത്തേക്കാ. മൈത്രേയൻ യാജ്ഞവൽക്യൻ തന്നെയെന്ന്. ഏതായാലും ഈ മൈത്രേയൻ എന്ന് പറയുന്ന ആ ഗുരു മിത്രനെ അഥവാ ഈ പറയുന്ന സൂര്യനെ ഉപാസിച്ച് വേദം വീണ്ടും കരഗതമാക്കിയ വ്യക്തിയാണ്. അപ്പൊ ഈ വേദം എന്ന് പറയുന്ന അറിവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ വീണ്ടും ഈ സൂര്യഭഗവാനെ ഉപാസിച്ചു. നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ഉപാസിക്കേണ്ടത് സൂര്യനെ തന്നെയാണ്. സൂര്യനെ വിട്ടിട്ട് മറ്റു യാതൊരു ഉപാസനയ്ക്ക് ഇത്രയും ബലമില്ല. അതുകൊണ്ടാണ് ഗായത്രി ജപത്തിലും തത്സവിതർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് അവിടെയും സൂര്യനെയാണ് നാം ആവാഹിക്കുക. എന്റെ മസ്തിഷ്കത്തിന് പ്രചോദനം കിട്ടണം, എന്റെ തല പ്രബുദ്ധമാകണം, ആ തലച്ചോരെന്ന് പറയുന്ന സഹസ്രാരപത്മം താമരപ്പൂ വിടരണം, അവിടെ അമൃതം ഇങ്ങനെ ഒഴുകണം, ആ ഒഴുകുന്ന അമൃതം എല്ലായിടത്തും ഇങ്ങനെ പ്രസരിക്കണം. ഈ രീതിയിലുള്ള പ്രാർത്ഥന സൂര്യനോടാണ്. അപ്പോൾ എല്ലാ തരത്തിലും മിത്രനെ ഉപാസിച്ച് അത്തരത്തിൽ നേട്ടങ്ങൾ നേടിയ ഈ മൈത്രേയൻ എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠന്റെ ആശ്രമത്തിലേക്കാണ് പിന്നാലെ ഈ പറയുന്ന വിതുരര് പോകുന്നത്. ഒരു കാര്യവും കൂടി, ഭാഗവതത്തിൽ മുഴുവൻ വക്താക്കളും ശ്രോതാക്കളുമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി 2 സ്കന്ധങ്ങൾ, തൃതീയം ചതുർത്ഥം എന്ന് പറയുന്ന 2 സ്കന്ധങ്ങളിലും ഈ വിതുരരെയും മൈത്രനെയും ഉടനീളം കാണാം. അവർ തമ്മിലുള്ള സംവാദത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് വരാഹാവതാരം, മറ്റൊന്ന് കപിലാവതാരം, കപിലഗീത, ശ്രദ്ധേയമായി ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന്. കപിലൻ എന്ന് പറയുന്ന പരമഹംസനെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തൃതീയ സ്കന്ധം അവസാനിക്കുക. അത് കഴിഞ്ഞിട്ട് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോഴോ 4 പ്രകരണങ്ങളാണ് നമ്മൾ എല്ലാവരും അനുസരിക്കേണ്ട 4 കൂട്ടം കാര്യങ്ങൾ. ഒടുവിൽ നേടേണ്ടതായിട്ടുള്ള മോക്ഷം. ധർമ്മപ്രകരണത്തിന് ദക്ഷയാഗവും, പിന്നാലെ അർത്ഥപ്രകരണത്തിന് വേണ്ടി ധ്രുവന്റെ കഥയും, പിന്നെ കാമപ്രകരണത്തെ ചൊല്ലി പൃഥുവിന്റെ കഥയും, പിന്നെ ഈ പ്രചേതസ്സുകളും പുരഞ്ജനോപാഖ്യാനം ഇത്യാദി കാര്യങ്ങളിലൂടെ മോക്ഷവും. അങ്ങനെ ധർമ്മമർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്നത് ചതുർത്ഥ സ്കന്ധത്തിൽ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ഈ വിതുരമൈത്രേയ സംവാദത്തിന് ഒരു തിരശീല വീഴുകയാണ്. ഒന്നുകൂടി നിങ്ങൾ ഉറപ്പിക്കുക. വിതുരരെന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രതീകമായതുകൊണ്ട്, അറിവിന്റെ സങ്കേതമായതുകൊണ്ട്, അതിന്റെ മൂർത്തിമൽഭാവമായതുകൊണ്ട് അറിയേണ്ടത് മുഴുവൻ ഈ 2 സ്കന്ധത്തിലൂടെ നമുക്ക് കിട്ടണം. പ്രഥമസ്കന്ധം കഴിഞ്ഞ് ദ്വിതീയ സ്കന്ധത്തിൽ എല്ലാ കാര്യവും ഗ്രഹിച്ച പോലെ വിരാട് പുരുഷന്റെ ധ്യാനം, ആ വിരാട് ഭാവം, സൂക്ഷ്മമായിരിക്കുന്ന പര എന്ന് പറയുന്ന അവസ്ഥയെ ആർജിക്കല് എന്ന് വേണ്ട ചതുശ്ലോകി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന സ്വയം സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ രണ്ടാമത്തെ ദ്വിതീയ സ്കന്ധം എപ്രകാരം സെൽഫ് കണ്ടെയ്ൻഡ് ആണോ, അതുപോലെ ഈ വിതുരമൈത്രേയ സംവാദം എന്ന് പറയുന്ന 3ഉം 4ഉം ആ സ്കന്ധങ്ങളിൽ മുഴുവൻ നാം സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. അവിടെയും ഭാഗവതം പൂർണ്ണം.
അപ്പൊ ഏതൊരു സ്കന്ധമെടുത്താലും പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥ ഭാഗവതത്തിനുണ്ട് എന്ന് കണ്ടുകൊണ്ടും ഇവിടെ എല്ലാം തന്നെ നടക്കുന്ന സത്സംഗമാണ്. ഭക്തിയുടെ കഷ്ടസ്ഥിതി കണ്ട് ചെയ്തിട്ടൊന്നും ചെയ്തിട്ട് യാതൊരു ഫലവുമില്ലാത്ത ദുഃഖം അതെല്ലാം തന്നെ അലട്ടുന്ന നാരദർ കേട്ട അശരീരി ഓർക്കുന്നുണ്ടോ സത്കർമ്മം ചെയ്യാൻ? ഈ സത്കർമ്മം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഭാഗവത ആലാപനമാണ് പോലും. ഈ ഭാഗവത ശ്രവണം കൊണ്ടേ സത്കർമ്മം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു അവിടെ മോക്ഷമുള്ളൂ എന്ന് ജരാനരകൾ ബാധിച്ചിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് മുക്തിയെ കിട്ടാൻ, അവർ ഊർജ്ജസ്വലരായിട്ട് അമ്മയോടൊപ്പം നൃത്തം ചെയ്യാൻ, ഭക്തിയോടൊപ്പം ജനിച്ചു വീണ സന്തതികൾ ഒരേപോലെയാകാൻ, എത്ര ജ്ഞാനവിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം, ഇതെല്ലാം തന്നെ എല്ലാ തരത്തിലും ശക്തമാകാൻ എന്തു വേണം? ഭാഗവതം തന്നെ വേണം. ഇത് ഉറപ്പിക്കുക. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരേക്ക് വ്യത്യസ്തരായിട്ടുള്ള വക്താക്കളെയും അക്കൂട്ടത്തിലെ ശ്രോതാക്കളെയും കാണും. അവരിലൂടെ ഉരുത്തിരിയുന്ന ഭാഗവതത്തിൽ സർവത്ര പൂർണ്ണത കാണാം. ആദ്യം മുതൽ അവസാനം വരെ ഈ പൂർണ്ണത കാണാം. എല്ലാ ഭാഗത്തും ഈ പറയുന്ന ഇക്ഷുരസം, കരിമ്പിന്റെ രസം, സ്വാദ് പതേ പതേ. അപ്പൊ അത്തരത്തിൽ എല്ലായിടത്തും ഇങ്ങനെ മുറ്റി നിൽക്കുന്ന സ്വാദ്, ആ കരിമ്പിന്റെ രസം ആസ്വദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാമജപം ഹരേ രാമ എന്ന് അല്പം ഒന്ന് ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുസ്ഥാനീയനായിട്ടുള്ള പൂജ്യ സ്വാമികൾ, അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള സമ്പ്രദായം എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. ടി വിയിൽ കാണുന്നതല്ല, അതിനു മുമ്പേ പലവട്ടം ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ആ സമീപനം, ഭക്തജനങ്ങളെ കൊണ്ട് പ്രണവം ജപിപ്പിക്കുന്നതും ഭക്തജനങ്ങളെ കൊണ്ട് നാമം ചൊല്ലിക്കുന്നതും ഭക്തജനങ്ങളെ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ വാസ്തവത്തിൽ മൃത്യുഞ്ജയ ഹവനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമാദി കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിന്റെ കൂട്ടായ്മയോടുകൂടി ചെയ്യുന്നതും ഇതെല്ലാം തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വാസ്തവത്തിൽ മാനസികമായിട്ട് ഗുരുവായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ള രേഖലവ്യനെ പോലെ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹാശിസുകൾ എക്കാലവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, നിങ്ങൾക്കും എല്ലാവർക്കും അത്തരത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദ്വാദശാക്ഷരി ജപിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം.